നമുക്കറിയാം, അതായത് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വലിയ ഓർഗനൈസേഷന്റെ ഒരു വെൽവിഷറും, അതുപോലെ തന്നെ ഒരുപാട് മാസങ്ങളായിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സർവീസ് നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് തന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് 7 AM സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. സോ ഇന്ന് മിസ് ചെയ്യരുത്, ഒരാളും തന്നെ മിസ് ചെയ്യരുത്. നമ്മുടെ ടീമിലേക്ക് നല്ല രീതിയിൽ എന്താ പറയാ, ഒരാളെ കൂടുതലായിട്ട് ഈ ഒരു 7 AM പങ്കെടുപ്പിക്കാനായിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ഒരു ശ്രമം കൂടി എല്ലാവരും നടത്തുക. അത് ഞാൻ കൂടുതൽ സമയം ഷാജഹാൻ സാറിന് ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഞാൻ വിളിക്കാൻ വേണ്ടി പോവാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. എല്ലാവരും ഒരു ഡിജിറ്റൽ ക്ലാപ്പോട് കൂടെ, ഒരു ഡിജിറ്റൽ ഹേർട്ട് സിമ്പിളോട് കൂടെ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ നമുക്ക് വരവേൽക്കണം. സോ വൺസ് അഗൈൻ ഐ ആം ഇൻവൈറ്റിംഗ് മൈ ഗ്രേറ്റ് മെന്റർ, അല്ലെങ്കിൽ നമ്മുടെ എംപവറിന്റെ ഒരുപാട് എന്താ പറയാ മാസങ്ങളായിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് ആളുകളുടെ ലൈഫിൽ എന്താ പറയുക, ഈ ഒരു ബിസിനസ്സിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്രിപ്റ്റോ കോൺക്ലേവ് മുതൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ ദിവസവും എന്ത് ചെയ്തിട്ടുണ്ട്, മുടങ്ങാതെ വിളിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫോം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെ ഞാൻ വിളിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ഷാജഹാൻ സാർ, പ്ലീസ്. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് എംപവർ. ഭയങ്കര സന്തോഷം. കാരണം രാവിലെ 7 മണിക്ക്, അതും 1000-ലധികം ദിവസമായി റെഗുലറായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി ഇന്ന് കയറാൻ പറ്റിയത് വളരെയധികം സന്തോഷം. എസ്പെഷ്യലി ഐ എം അപ്രീഷിയേറ്റിംഗ് ദ ഓൾ എംപവർ ഫാമിലി ആൻഡ് ദ സോൾജേഴ്സ് ഓഫ് എംപവർ ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് എംപവർ. കാരണം 2 കാര്യം വളരെയധികം ഹാപ്പിയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ അമീൻ സൂചിപ്പിച്ച പോലെ ആദ്യമായി ക്രിപ്റ്റോ കോൺക്ലേവിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പരിചയപ്പെട്ട അന്ന് തൊട്ട്, ഫസ്റ്റ് RTP ഹോൾഡേയിൽ പങ്കെടുത്ത അന്ന് തൊട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായി എൻജോയ് ചെയ്തു. ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. കാരണം ഞാൻ റെഗുലറായി ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ചില പ്രോഗ്രാംസ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യപ്പെടും. അങ്ങനെ വളരെയധികം എൻജോയ് ചെയ്ത നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായ ഒരാളാണ്. അതിന് കാരണം 2 എണ്ണമാണ്. അതിലൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ ഒരുമിച്ച് നിൽക്കുക, അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായി മുന്നോട്ട് കൊണ്ടുപോവുക, അത് വളരെ പ്രോപ്പറായി ഗൈഡ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ടീം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഗ്രേറ്റ് ആയ ഒരു മൂവ്മെന്റ് ആണ്. കാരണം നമ്മൾ ഇന്ന് ആളുകൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ആളുകൾ ഫുള്ളി ഫോക്കസ്ഡ് അല്ലാതെ, ഒരു വ്യക്തമായ ഗൈഡ് ലൈൻസ് ഇല്ലാതെ, ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ ഇല്ലാതെ ആളുകൾ മറ്റേ ഡിപ്രഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നാട്ടിൽ കറങ്ങി നടക്കുന്ന ഒരു സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി 3 വർഷത്തിലധികമായി ഫോക്കസ്ഡ് ആയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഭാഗമാവാൻ, ഒരു ഗൈഡ് ആവാൻ, ഒരു മെന്റർ ആവാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള, എനിക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇന്ന് കണക്ട് നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, ഇനിയുള്ളൊരു 40-50 വർഷത്തേക്ക്, അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, ഇനിയുള്ളൊരു കാലഘട്ടം ഈ ലോകം ഭരിക്കാൻ പോകുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഈ ലോകത്തൊരു വലിയ ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോവാണ്. ലോകം മൊത്തം നമ്മളിങ്ങനെ പറയും പാരഡൈം ഷിഫ്റ്റ് ആണ്. ഇപ്പൊ കാണുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് ലോകം മൊത്തം മാറുന്ന ഒരു സിറ്റുവേഷനിലൂടെ, ഒരു സാഹചര്യത്തിലൂടെ, ഒരു സർക്കംസ്റ്റാൻസസിലൂടെ നമ്മൾ കടന്നു പോവാണ്. ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റേജിലാണ്. ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ ലോകം ടോട്ടലി ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയിലേക്ക് മാറും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയും അതുമായി റിലേറ്റഡ് ആയ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മേഖലകളിലേക്ക് ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും മാറി തുടങ്ങി. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ്, ഞാൻ എല്ലാ സ്ഥലത്തും സൂചിപ്പിക്കുന്ന പോലെ, കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ് നമ്മളെല്ലാം ഓഫ്ലൈനിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ന് അതെല്ലാം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ഓഫ്ലൈനിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ സിനിമക്ക് ടിക്കറ്റ് എടുക്കുന്നത് തൊട്ട്, നമ്മൾ നികുതി ചീട്ട് അടക്കുന്നത് തൊട്ട്, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി ഫുഡ് ഓർഡർ ചെയ്യുന്നത് തൊട്ട്, നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്നത് തൊട്ട്, എല്ലാ കാര്യവും ഇന്ന് നിങ്ങളെല്ലാവരും നിങ്ങളിരിക്കുന്ന
ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടോ നോക്കിയാൽ നിങ്ങൾ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്ത് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ഒരു കൈയെത്തുന്ന ദൂരത്തുണ്ടാവും. അത്രയും നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞൊരു 15 years കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. എന്നാൽ ഇതിന്റെ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാം ഇന്ന് കണ്ടത്, ഇന്നലകൾ മിനിയാന്നൊക്കെ അമീൻ എടുത്ത സെഷന് ഇതായിരിക്കുമെന്ന് എനിക്കറിയാം. ബ്ലോക്ക് ചെയിന്റെ ഒരു Web 2 റവല്യൂഷനിൽ നിന്ന് നമ്മൾ ഒരു Web 3 റവല്യൂഷനിലേക്ക് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയും അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് അടക്കമുള്ള മേഖലകളിലേക്ക് ലോകം മാറുകയാണ്. ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട പല അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലോകം മൊത്തം ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയിലേക്ക് ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ലോകത്ത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു വലിയ റിഫ്ലക്ഷൻ നമ്മുടെ ഇന്ത്യയിലും സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുമ്പോൾ ഇന്ന് വെറും 5% താഴെ ആളുകൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ 5% ഇന്നിവിടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഈ 356 പേരും ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെ റിയലി അപ്രീഷിയേറ്റബിൾ ആയ ഒരു കാര്യമാണ്. കാരണം വെറും 5% ആളുകൾ മാത്രം, വളരെ ചെറിയൊരു പെർസെന്റേജ് ആളുകൾ മാത്രം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിന്റെ പവർ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ പലപ്പോഴും സംഭവിച്ച മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡോ റിയാലിറ്റിയോ മനസ്സിലാക്കാതെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയും അവർ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സും അവർ ചെയ്തങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇവിടെ വലിയ ഫിനാൻഷ്യൽ റവല്യൂഷൻസ് നടന്നു. ഇപ്പൊ ഇക്വിറ്റിയായി ബന്ധപ്പെട്ട്, ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട്, IPO എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റേജിൽ അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ റവല്യൂഷൻ ഇന്ത്യയിൽ നടന്നു. ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ IPOയിലേക്ക് വന്നു. പല ഇന്ത്യൻ കമ്പനികളുടെയും ഇക്വിറ്റിയുടെ പ്രൈസ് വളരെ വലിയ രീതിയിലേക്ക് പോയി. ലോകം കണ്ട ഏറ്റവും നല്ല റേറ്റിംഗിലേക്ക് BSEയുടെ NFTയുടെ ഒക്കെ സ്കെയിൽ ഉയർന്നു പോയി. പക്ഷെ നമ്മളന്നും നമ്മുടെ നാട്ടിൽ പലചരക്ക് കച്ചവടവും നമ്മുടെ നാട്ടിലെ സാധാരണ പരിപാടികളും 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ ഗൾഫിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ഓടി നടന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഒരു ട്രഡീഷണൽ വേയിൽ തന്നെ നമ്മളിൽ പല ആളുകളും പോയി എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കോ നമ്മുടെ മുൻ തലമുറകൾക്കോ പറ്റിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനോ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാനോ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ജീവിതത്തിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കണമെങ്കിൽ, വരാൻ പോകുന്ന തലമുറക്ക് ഒരു ലെഗസി കൈമാറണമെങ്കിൽ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയി ഈ കാലഘട്ടത്തിന്റെ ബിസിനസ് എന്താണ്, ഈ കാലഘട്ടത്തിന്റെ ഇൻഡസ്ട്രി എന്താണ്, ഈ കാലഘട്ടം മുന്നോട്ട് പോകുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ആ ഇൻഡസ്ട്രിയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞൊരു 20 വർഷം നമ്മുടെ നാട്ടിൽ Web 2 അല്ലെങ്കിൽ IT റവല്യൂഷൻ, IT മേഖലയിൽ വളരെ വ്യക്തമായ ഒരു വലിയ ശക്തമായ മൂവ്മെന്റം നടന്നു. എസ്പെഷ്യലി ഇ-കൊമേഴ്സ് രംഗത്ത്. ഇ-കൊമേഴ്സ് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായി എക്സ്പ്ലോർ ചെയ്യപ്പെട്ടു. ഇ-കൊമേഴ്സ് ഭയങ്കരമായി ഒരുപാട് ഇ-കൊമേഴ്സ് കമ്പനികൾ വന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ഭീമനായ വാൾമാർട്ട് ഇന്ത്യയിൽ വന്ന് ഫ്ലിപ്കാർട്ടിനെ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം എത്തി. ലോകത്തിൽ ആ വർഷം നടന്ന ഏറ്റവും വലിയ കോർപ്പറേറ്റ് മെർജിങ്ങളിൽ ഒന്നായിരുന്നു ഫ്ലിപ്കാർട്ടിനെ വാൾമാർട്ട് ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുന്നത്. 2 പിള്ളേർ, സച്ചിൻ ബിൻസാൽ, ബെന്നി ബിൻസാൽ എന്ന് പറയുന്ന 2 പിള്ളേർ ഒരുമിച്ച് വരും 2.5 lakhs rupees ക്യാപിറ്റൽ തുടങ്ങിയ ഒരു കമ്പനി എത്ര ലക്ഷം കോടി രൂപക്കാണ് വാൾമാർട്ട് ഏറ്റെടുത്തത് എന്നുള്ളത് ഞാനും നിങ്ങളും പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞൊരു കാര്യമാണ്. അത്രയും വലിയൊരു ഇ-കൊമേഴ്സ് റവല്യൂഷൻ നമ്മുടെ നാട്ടിൽ നടന്നു. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ, ഒരു വലിയ റവല്യൂഷൻ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നില്ലെങ്കിൽ അതിന്റെ കൺസ്യൂമർ ആവാം, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിഷ്യറി ആവാം. ആ മാറ്റത്തിന്റെ ഭാഗമായി ആ മാറ്റത്തെ ലീഡ് ചെയ്യാം, ആ മാറ്റത്തിന് കൂടെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ ആ മാറ്റം സംഭവിക്കുമ്പോൾ അതിന്റെ ഒരു ഉപഭോക്താവായി, അല്ലെങ്കിൽ ആ മാറ്റം നിർബന്ധമായും ഫോളോ ചെയ്യപ്പെടേണ്ട ഒരുത്തൻ, ഈ ലോകം മാറിയതുകൊണ്ട് ഞാനും മാറണം എന്ന് പറയുന്ന ഒരുത്തനായി നമുക്ക് മാറാം. നമ്മൾ ഇന്ന് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ Paytm യൂസ് ചെയ്യുന്നു, UPI ആപ്പുകൾ യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു 5 വർഷം മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഒരു 5 വർഷം മുമ്പ്, ഞാൻ കൂടുതൽ കാലം ഒന്നും പറയാം, ഒരു 5 വർഷം മുമ്പ്, ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഇവിടെ വന്നിട്ട് 5 വർഷത്തിലധികമായി. എന്നാൽ പോലും കോമൺ ആയി ആളുകൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 years ആയിട്ടുള്ളൂ. 5 വർഷം മുമ്പ് നമ്മൾ തമ്മിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ്, നമ്മൾ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ,
അതിന്റെ ബേസ് ആയിട്ട് നമ്മൾ ഫോണിലൂടെ അയക്കുന്ന ഒരു മെസ്സേജിലൂടെ മാത്രം നമ്മുടെ ക്യാഷ് വലിയ മൂല്യമുള്ള എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്നും നമ്മളെ എല്ലാ കൊമേഴ്ഷ്യൽ ഡീലുകളും ഇത്തരത്തിലൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന പോലത്തെ ഒരു മെസ്സേജിലൂടെ ഒരു ആപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമെന്നും നമ്മൾ എത്ര പേര് ഇമാജിൻ ചെയ്തിട്ടുണ്ട്? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര പേര് അത്തരത്തിലുള്ള ഇമാജിനേഷൻ ഉണ്ട്, എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായി ഗൂഗിൾ പേ വന്ന സമയത്ത് നമ്മൾ ഒരാളെ കൊണ്ട് ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്യിച്ചാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് 50 രൂപ റഫറൽ കമ്മീഷൻ വരുമായിരുന്നു. നമ്മളൊരാൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് ക്യാഷ് കിട്ടുമായിരുന്നു. കാരണം ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടി ഗൂഗിൾ തന്നെ കൊണ്ടുവന്ന സ്ട്രാറ്റജികളായിരുന്നു അത്. ആ ലെവലിൽ നിന്ന് ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര ദിവസമായി ഒരു ATM കയറിയിട്ട്? ഒരു ATM-ൽ കയറി ഒരു 10 രൂപ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് എത്ര ദിവസമായി? ഒരു ATM-ൽ കയറി നമ്മൾ ക്യാഷ് എടുത്ത് ക്യാഷ് വേറെ സ്ഥലത്ത് കൊടുത്തിട്ട് എത്ര ദിവസമായി? ഇത്തരത്തിലൊരു മാറ്റം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് റൈസ് യുവർ ഹാൻഡ്സ്. ഇത്തരത്തിലൊരു മാറ്റം നമ്മുടെ ലൈഫിൽ വന്നുവെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, അടുത്ത 5 വർഷത്തിൽ ഈ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് നമ്മളെല്ലാവരും USDT മാത്രം, നമ്മളെല്ലാവരും ക്രിപ്റ്റോ കറൻസീസ് മാത്രം യൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അടുത്ത 5 ഇയർ കൊണ്ട് മാറാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രി ഇവിടെ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ, എല്ലാ മേഖലയിലും ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയുടെ അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഇവിടുത്തെ ഇ-കൊമേഴ്സ് സൈറ്റുകൾ തൊട്ട് ഇവിടുത്തെ ERP-കൾ തൊട്ട് ഇവിടുത്തെ എല്ലാ സോഫ്റ്റ്വെയറും എല്ലാ പ്ലാറ്റ്ഫോമുകളും ബ്ലോക്ക് ചെയിനെ ബേസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ ഗ്രോത്ത് നമുക്കെല്ലാം വളരെ വിസിബിൾ ആണ്. നമ്മളിതിനെ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടും എൻ്റെ ഹോം ടൗണിൽ ഒരു കസാരയിൽ ഇരുന്ന് എന്നെ അമേരിക്കയിൽ ഒരു സിറ്റി കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ഉള്ള ഫോട്ടോയുടെ പരിപാടികളും ഒക്കെ മാത്രമാണ് നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പറയുന്നത്. എന്നാൽ ഞാനൊരു സൂം മീറ്റിങ്ങിന് കയറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്ത് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു സൂം ഓപ്പൺ ആക്കി ആ സൂമിൽ എന്നെ കയറി എന്നെ വെൽക്കം ചെയ്യുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വരുന്നത് വരെ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഷാജഹാന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയ ഒരു രൂപം വരുന്ന രൂപത്തിലേക്ക് വരെ കാലം മാറാൻ പോവുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഷോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് പർച്ചേസ് ചെയ്യപ്പെടുന്ന ഒരു കാലം. നമ്മളൊരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ നമ്മുടെ ഫോണ് തന്നെ ആ സാധനം ചെയ്യുന്ന ഒരു കാലം. അത് വിദൂരമല്ല. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോകുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയുടെ സപ്പോർട്ടോടുകൂടിയാണ്. കാരണം ബ്ലോക്ക് ചെയിൻ ആണ് അതിന്റെ സെക്യൂരിറ്റിയും അതിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് അതിന്റെ പ്രൈവസിയും അതിന്റെ സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ വരാൻ പോകുന്ന കറൻസി എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലങ്ങളിൽ UPI ട്രാൻസാക്ഷൻസ് നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടി ഇന്ന് UPI ഒരു വലിയ സംഭവമായി മാറിയെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ഓഫ്ലൈനിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് വന്ന് അത് ഓൺലൈനിലൂടെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെ UPI പോലത്തെ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തു വന്നുവെങ്കിൽ, അവിടെ Paytm പോലത്തെ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തു വന്നുവെങ്കിൽ, നാളെ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ അവിടുത്തെ കറൻസി അല്ലെങ്കിൽ അവിടുത്തെ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ, അവിടുത്തെ ഫിനാൻഷ്യൽ എക്വിപ്മെന്റ് ആയി മാറാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസീസ് ആണ്. സ്വാഭാവികമായി ഇനി ഈ ലോകം ഭരിക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. അത്തരത്തിലൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ പല ആളുകളും ചിലപ്പോ ഈ കമ്പനിയുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഇൻഡസ്ട്രിയുടെ ഒക്കെ ഭാഗമായത് വളരെ യാദൃശ്ചികമായിട്ടാവും. ഏതെങ്കിലും ഒരു സുഹൃത്തോ ഏതെങ്കിലും ഒരു റിലേറ്റീവോ ഏതെങ്കിലും ഓൺലൈനിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടോ ഒക്കെ നിർബന്ധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഒക്കെ വളരെ യാദൃശ്ചികമായി ഇതിന്റെ ഭാഗമായ ആളുകളാവും. എന്നാൽ അത് യാദൃശ്ചികതയാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് ആളുകളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് കോയിൻസിഡൻസസിലൂടെയാണ്. അത് ആക്ച്വലി ജസ്റ്റ് മിയർ കോയിൻസിഡൻസസ് അല്ല കേട്ടോ, അത് ദൈവനിശ്ചയമാണ്, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല സാഹചര്യത്തിലും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച പല സിറ്റുവേഷൻസിലൂടെ കടന്നുപോയപ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചപ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഇല്ലാത്തതിന്റെ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ടപ്പോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അകറ്റി നിർത്തപ്പെട്ടപ്പോ,
അല്ലെങ്കിൽ നമ്മളൊരു ഗ്രോത്ത് ഇല്ലാത്തതിന്റെ പുറത്ത്, ആവശ്യത്തിന് പണം കയ്യിലില്ലാത്തതിന്റെ പുറത്ത് നമ്മളെല്ലാം അവഹേളിക്കപ്പെട്ടപ്പോൾ, ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം നെഞ്ചത്ത് കൈവച്ച് അല്ലെങ്കിൽ തലയിണയിൽ മുഖം അമർത്തി വെച്ച് നെഞ്ചത്ത് വേദനയുള്ളൊരു ദിവസം, കണ്ണുനീരിന് പകരം കണ്ണിലൂടെ ചോര വന്നൊരു ദിവസം, ഒരു തുള്ളി കണ്ണുനീരിന് പകരം ചോരയാണ് വരുന്നെന്ന് നമുക്ക് ഫീൽ ചെയ്തൊരു ദിവസം, നെഞ്ചിനൊരു വല്ലാത്ത കനം ഫീൽ ചെയ്തിട്ട് ഇനി എന്താ ചെയ്യാന്നറിയാതെ ഇങ്ങനെ പടഞ്ഞൊരു ദിവസം, ശ്വാസത്തിന് വേഗത കൂടിയെന്ന് നമുക്ക് തോന്നിയൊരു ദിവസം, നമ്മളെല്ലാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം എനിക്കൊരു അവസരം തരണേ, ദൈവം എനിക്കൊരു അവസരം തരണേ, എനിക്ക് ജീവിതത്തിൽ ഇതിനെല്ലാം മറുപടി പറയാൻ, എനിക്ക് ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ എനിക്കൊരു അവസരം തരണേ എന്ന് നമ്മളെല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥന ദൈവം കേട്ടതാണ് ഇന്ന് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ കാരണം, ഇന്ന് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ കാരണം. കാരണം അതൊരു യാദൃശ്ചികത മാത്രമല്ല, അതൊരു ദൈവനിശ്ചയമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം ലോകത്ത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം, വെറും 5% താഴെ ആളുകൾക്ക് മാത്രം കിട്ടിയ ഒരു അവസരത്തിൽ നിങ്ങൾ കൂടി ഭാഗവാക്കായി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഒരു യാദൃശ്ചികം എന്നല്ല. അത് എങ്ങനെ നിങ്ങളിവിടെ എത്തിപ്പെട്ടതല്ലോ അതിന്റെ ബാക്കിൽ ഒരു വ്യക്തമായ റീസൺ ഉണ്ട്. പലപ്പോഴും ഈ മോഡേൺ സൈക്കോളജിയും അല്ലെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന ഒരു കോമൺ ആയ കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ സിറ്റുവേഷൻസ്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വ്യക്തികളെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടും. നമ്മുടെ മുന്നിൽ അത്തരത്തിൽ ആളുകൾ എത്തിപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുകയും ചെയ്യും, അത്തരത്തിൽ ആളുകൾ നമ്മുടെ മുന്നിൽ എത്തിപ്പെടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളുടെ അടുത്തുള്ളിലൂടെ നമ്മൾ പോവും. കോയിൻസിഡൻസസിലൂടെ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. പക്ഷെ ഒരു വ്യത്യാസം, ഒരു വിഭാഗം ആളുകൾ അതിന്റെ വലുപ്പം മനസ്സിലാക്കും, അതിന്റെ മഹത്വം മനസ്സിലാക്കും, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും, അതിനെ ഹൃദയത്തിലോട്ടെടുക്കും. വേറൊരു വിഭാഗം ആളുകൾ അതെന്താണെന്ന് തിരിച്ചറിയാതെ അതിനെ വിട്ടുകളയും. ദൈവം അവസരം തരും. ഇപ്പൊ ഇവിടെ 300 ആൾ കയറി ഇരിക്കുന്ന പോലെ അല്ല, 408 പേര്. വെരി ഗുഡ് ഐ മീൻ ആൻഡ് ടീം. 408 പേരുണ്ട് ഇപ്പൊ ഈ മീറ്റിംഗിൽ. ഇവിടെ ആളുകൾ കയറി ഇരിക്കുന്നത് പോലെ ഈ രാവിലെ 7:30 മണിക്ക് മീറ്റിംഗിൽ കയറിയിരിക്കുന്നു. അത് മഴയുള്ള, നല്ല കിടന്നുറങ്ങാൻ പറ്റുന്ന, നല്ല സൂപ്പർ സാഹചര്യമുള്ള കേരളത്തിന്റെ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾ ഇത്രയും പേര് രാവിലെ ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഈ സിറ്റുവേഷൻസിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പക്ഷേ ഇതിനടുത്തൊരു ലെവലിലേക്ക് എലവേറ്റ് ചെയ്യണം. ഇതിനടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഇതിനെ നമ്മളെ ഹൃദയത്തിലോട്ട് എടുക്കണം. എങ്ങനെ ഇതിനെ ഹൃദയത്തിലോട്ട് എടുക്കുക? ഈ ഓപ്പർച്യൂണിറ്റിയുടെ മഹത്വം, അല്ലെങ്കിൽ ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായത്, ഇതിലൂടെ എൻ്റെ ജീവിതം മാറി മറയും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഹൃദയത്തിലോട്ട് എടുക്കണം. എപ്പോഴാണ് നമ്മൾ ഇതിനെ ഹൃദയത്തിലോട്ട് എടുക്കുക? ഇതിൽ കുറെ പുതിയ ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിനെങ്ങനെ നമ്മൾ ഹൃദയത്തിലോട്ട് എടുക്കുക? ഇതിനെ ഹൃദയത്തിലോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ലക്ഷ്യങ്ങളിലേക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങളിലേക്ക് ഉള്ള ഒരവസരമായി അതുണ്ടാക്കാൻ എൻ്റെ പേഴ്സണൽ നീഡ്സ്, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾ, എൻ്റെ പേഴ്സണലായ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും ഭേദപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള വഴിയായി, എൻ്റെ ലൈഫിൽ ഈ സൊസൈറ്റിയിലും ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാടിലും എൻ്റെ ഫാമിലിയിലും ഒക്കെ എനിക്കൊരു പൊസിഷൻ ഉണ്ടാക്കാനുള്ള വഴിയായി എന്ന് ഞാൻ ഈ ബിസിനസ്സിനെ കാണുന്നോ, എന്ന് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയെ കാണുന്നോ, അന്ന് മാത്രമേ ഞാൻ അതിനെ ഹൃദയത്തിലിട്ടെടുക്കൂ. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് എനിക്ക് ആവശ്യം, എൻ്റെ ഏതെങ്കിലും ഒരു നീഡ്, എൻ്റെ ഒരു പേഴ്സണൽ നീഡ്, എനിക്കൊരു നല്ല വീട് വെക്കണം, എനിക്കൊരു നല്ല കാറ് വാങ്ങിക്കണം, എനിക്കെൻ്റെ മക്കളെ നന്നായി പഠിപ്പിക്കണം, എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീർക്കണം, എൻ്റെ ലയബിലിറ്റീസ് തീർക്കണം, എൻ്റെ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായ, എൻ്റെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കാത്തത് കൊണ്ട് എൻ്റെ കൊച്ചിന് നാളെ വാട്സപ്പിൽ നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ ഫീസ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്ന് അതിന്റെ പുറത്ത് നിങ്ങളുടെ കുട്ടിക്കോ നിങ്ങളുടെ ഭാര്യക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവാൻ കാരണമാവരുത് എന്നൊരു തീരുമാനം. കാരണം നമുക്കെല്ലാം ജീവിതത്തിലെ ഏറ്റവും വലുത് നമ്മുടെ മക്കളാണ്. മക്കളെ ഏറ്റവും നന്നായി വളർത്തുക, മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്ന കാര്യം. നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കേണ്ട ഒരു ദിവസം
നിങ്ങളെ കുട്ടിയുടെ സ്കൂൾ ഫീസ് ഡ്യൂ ആയി എന്ന് പറഞ്ഞു വരുന്നൊരു മെസ്സേജ് നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്, ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ, അറ്റ്ലീസ്റ്റ് കോവിഡിന്റെ സിറ്റുവേഷനിൽ. ഇത് നമ്മുടെ ഒരു പേഴ്സണൽ പ്രശ്നമാണ്. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഒരു റെന്റഡ് ഹൗസിലാണ്, എനിക്കൊരു നല്ല വീട് പണിയാണ്. അല്ല, ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിനേക്കാൾ എനിക്ക് ഭേദപ്പെട്ടൊരു വീടുണ്ടാക്കണം. അല്ലെങ്കിൽ ഞാനിപ്പോ താമസിക്കുന്ന വീടിന് എനിക്കൊരു ഹോം ലോൺ ഉണ്ട്, അതെനിക്കൊന്ന് ക്ലിയർ ചെയ്യണം. ഇങ്ങനെ പലതും ആവാം, കാരണം പലതും ആവാം. ഇത്തരത്തിലുള്ള ഇതെന്റെ ഒരു പേഴ്സണൽ നീഡാണ്. ഈ പേഴ്സണൽ നീഡിന് എനിക്ക് ഫിനാൻഷ്യലി ഇതിനെനിക്കൊരു വരുമാനം ഉണ്ടാക്കണം, എനിക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കണം. ഇതിലൂടെ എൻ്റെ പേഴ്സണലായ പ്രോബ്ലംസിനെ, എൻ്റെ പേഴ്സണലായ ലയബിലിറ്റീസിനെ, എൻ്റെ പേഴ്സണലായ കമ്മിറ്റ്മെന്റ്സിനെ എനിക്ക് ഓവർകം ചെയ്യണം. അതിനുള്ളൊരു വഴിയായി ഈ ഓപ്പർച്യൂണിറ്റിനെ ഞാൻ കാണുന്നു എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു കൺവിക്ഷൻ വരുമ്പോൾ, അതിനുള്ളൊരു വഴിയായി ഈ ബിസിനസ്സിനെ ഞാൻ ഉപയോഗിക്കും, ഈ പ്ലാറ്റ്ഫോമിനെ ഞാൻ ഉപയോഗിക്കും, ഈ കമ്മ്യൂണിറ്റി എന്നെ അതിന് സപ്പോർട്ട് ചെയ്യും എന്നൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുമ്പോഴാണ് ഇത് നിങ്ങളുടെ ബിസിനസ് ആവുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വളരെ വളരെ വ്യക്തമായിട്ട് അറിയാം, എനിക്ക് ഈ കമ്മ്യൂണിറ്റിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണം അതാണ്. കാരണം നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ 400ഓളം ആളുകളിൽ തന്നെ എണ്ണിപ്പറയാവുന്ന, പിക്ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ആളുകൾ ഞാൻ ഈ പറഞ്ഞ സാഹചര്യം ഈ ബിസിനസ്സിലൂടെ ഓവർകം ചെയ്തവരുണ്ട്. റൈറ്റ്? ഞാൻ ഈ പറഞ്ഞ സാഹചര്യം, വീടില്ലാത്ത സാഹചര്യം, കാറില്ലാത്ത സാഹചര്യം, കുട്ടിയുടെ സ്കൂൾ ഫീസ് അടക്കാൻ പറ്റാത്ത സാഹചര്യം, വീട്ടിൽ ലയബിലിറ്റീസിന്റെ സാഹചര്യം, ഈ കൈപൊക്കി വരുന്ന ആളുകളിൽ നല്ലൊരു വിഭാഗം ആളുകളും അതാണ്. ഈ ബിസിനസ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസിന്, അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസിന് അവർ സൊല്യൂഷൻ കണ്ടവരാണ്. ഇതേ ബിസിനസ് ഉപയോഗിച്ചുകൊണ്ട്, ഇതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട്, ഇതേ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ പേഴ്സണൽ ലൈഫിന് അവർ സൊല്യൂഷൻ കണ്ടെങ്കിൽ നിങ്ങൾ അവരടുത്ത് പേഴ്സണലി ചോദിക്കുക എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായി, അവരുടെ ജീവിതത്തിലെ അവരുടെ പേഴ്സണൽ നീഡുകൾ എത്തിപ്പിടിക്കാനുള്ള വഴിയായി, പ്ലാറ്റ്ഫോമായി അവർ ഈ സിസ്റ്റത്തെ കണ്ടു. അന്ന് തൊട്ട് അവർ അതിനെ ഹൃദയത്തിലോട്ടെടുത്തു എന്നുള്ളതായിരിക്കും അവരുടെ ഉത്തരം. അല്ലാതെ ഇതിന് മാജിക് ഒന്നുമില്ല. നമുക്ക് നമ്മുടേതാണെന്ന് തോന്നുന്ന ദിവസമാണ് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള അഫിലിയേഷൻ സിസ്റ്റംസിൽ, ഇത്തരത്തിലുള്ള ബിസിനസ് സംവിധാനങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നം, ആളുകൾ ഇതിനെ ഗ്രാൻഡഡ് ആയി കാണുമെന്നുള്ളതാണ്. ഗ്രാൻഡഡ് ആയി കാണുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കിട്ടാൻ, സാധാരണ നമ്മൾ ഇത്ര കാലം അനുഭവിച്ചിട്ടുള്ളത് നമ്മൾ കുറെ അന്വേഷിച്ച് നടക്കണം, ഇവിടുന്ന് വിസ എടുത്ത് ഗൾഫിൽ പോകണം, ഗൾഫിൽ 3 വർഷം അല്ല ഒരു 3 മാസം ജോലി അന്വേഷിച്ച് നടക്കണം, കുറെ ഉപ്പുവെള്ളം കുടിക്കണം, കുറെ ചൂട് കൊള്ളണം, താമസിക്കാൻ സ്ഥലം നടക്കണം, ലേബർ ക്യാമ്പ് കിടക്കണം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോകണം, കുറെ സ്ഥലത്ത് ജോലി അന്വേഷിച്ച് നടക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും കിട്ടിയിട്ട് ശീലമുള്ളത്. നമ്മുടെ ചുറ്റുപാടുള്ള സംവിധാനം അതാണ്. അപ്പൊ അവിടെ ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഒരാൾ നമ്മളോട് വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ്, നിങ്ങൾ ഇതിന്റെ ഭാഗമാകും. ഒരാൾ നിങ്ങളെ റെഗുലറായി ഫോളോ അപ്പ് ചെയ്യുന്നു, നീ എന്റെ കൂടെ നിൽക്കുക, ഞാൻ നിന്നെ വിജയിപ്പിച്ചു തരാന്ന് പറയുന്നു. ജനിപ്പിച്ച അച്ഛൻ പോലും പറയാത്ത കാര്യമാണ്, ഒരു റിലേറ്റീവും പറയാത്ത കാര്യമാണ്, ഒരു കുടുംബക്കാരനും പറയാത്ത കാര്യമാണ്, ഒരു കൂട്ടുകാരനും പലപ്പോഴും പറയാത്ത കാര്യമാണ്. എന്ത്? നീ എന്റെ കൂടെ നിൽക്കുക, നിന്റെ വിജയമാണ് എന്റെ ആഗ്രഹം, നീ വിജയിക്കലാണ് എന്റെ സ്വപ്നം എന്ന് നമ്മളോട് എത്ര പേര് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്? എത്ര റിലേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട്? നന്നായി കൂടറാ മോനെ, രക്ഷപ്പെടറാ, നീ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, രക്ഷപ്പെടറാ എന്നൊക്കെ പറയുമെന്നല്ലാതെ നീ ജീവിതത്തിൽ വിജയിക്കലാണ് എന്റെ ലക്ഷ്യം, നിന്നെ വിജയിപ്പിക്കലാണ് എന്റെ സ്വപ്നം എന്ന് എത്ര റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ട്? എത്ര കുടുംബക്കാരൻ പറഞ്ഞിട്ടുണ്ട്? എത്ര കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്? ഉപദേശിക്കാൻ 1000 പേരുണ്ടാവും. ആ സാഹചര്യത്തിലാണ് നിങ്ങളോടൊരു 10 പേര് വന്നിട്ട്, നിങ്ങളോടൊരു അമീൻ വന്നിട്ട്, നിങ്ങളോട് ലിബീഷ് വന്നിട്ട്, നിങ്ങളോട് ഇല്യാസ് വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ തൊട്ടുമുകളിലുള്ള ലീഡർ വന്നിട്ട്, പ്രസിലത്ത് വന്നിട്ട്, തഫ്സി വന്നിട്ട്, ആരോ ഒരാൾ വന്നിട്ട് പറയുന്നു എന്റെ കൂടെ നിൽക്ക്, ഞാൻ വിജയിപ്പിക്കാം, എന്റെ കൂടെ നിൽക്ക്, ഞാൻ വിജയിപ്പിക്കാം, എന്റെ കൂടെ നിൽക്ക്, വഴിയുണ്ട്, ഇന്നാള് വിജയിച്ചില്ല, ഞാൻ നിൽക്കാം എന്ന് പറയുമ്പോൾ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നേ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് മനസ്സിലാവണില്ല. കാരണം നമ്മളോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ ശീലിച്ചതല്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. പക്ഷെ ഇവര് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ബിസിനസ്സിന് സ്പിരിച്വാലിറ്റി ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ഈ ഇൻഡസ്ട്രീനെ ഇഷ്ടപ്പെടുന്ന, ബീങ് എ കോർപ്പറേറ്റ് ട്രെയിനർ, ബീങ് എ ബിസിനസ് കോച്ച്,
അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കും ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾക്കും ഞാൻ എന്തിൽ ഇത്ര സന്തോഷത്തോടുകൂടി എക്സൈറ്റഡ് ആയിട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ ബിസിനസിന്റെ സ്പിരിച്വാലിറ്റിയാണ് അതിന് കാരണം. അതെന്താണെന്നറിയോ? ലോകത്തിൽ കൂടെ നിൽക്കുന്നവനെ വിജയിപ്പിച്ചുകൊണ്ട് വിജയിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ബിസിനസ് മോഡൽ അതിതാണ്. എന്റെ കൂടെ നിൽക്കുന്നവനെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റൂ എന്നുള്ള, എന്റെ കൂടെ നിൽക്കുന്നവന്റെ വിജയം എന്റെ വിജയത്തിന്റെ സാധ്യത കൂട്ടും. എന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ ഞാൻ വിജയിപ്പിച്ചാൽ, എന്റെ കൂടെ നിൽക്കുന്ന 10 ആളെ ഞാൻ വിജയിപ്പിച്ചാൽ, എന്റെ കൂടെ നിൽക്കുന്ന 100 ആളെ വിജയിപ്പിക്കുന്നവർ എന്റെ സക്സസിന് ഒരുപാട് ലെവലിലേക്ക് ഉയർത്തപ്പെടും എന്നുള്ള സാധ്യതയുള്ള ലോകത്തിലെ ഒരേ ഒരു ബിസിനസ് മോഡൽ ഇത് മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇപ്പോ ഞാൻ ഒരിക്കലും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോ ഒരു ബാങ്കിങ് സ്റ്റാഫുകളാണ്. അപ്പൊ അവിടുത്തെ അവരുടെ ബാങ്ക് മാനേജർ, ആ ബ്രാഞ്ചിന്റെ ബാങ്ക് മാനേജർ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ വീഴാൻ പോയപ്പോ അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ആ പാവത്തിനെ പിടിച്ചു. അവർ കുറച്ച് ഏജ്ഡ് ആയ ആളാണ്. പിടിച്ചു മാറ്റിയപ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ചോദിക്കുകയാണേ, നീ എന്തിനാ പിടിച്ചു, വീഴാന്ന് ചത്തോട്ടെ എന്ന് വിചാരിക്കാലോ. തമാശക്ക് പറയുന്നത്. അപ്പൊ അടുത്ത ആൾ പറയുന്നത് എന്താണെന്നറിയോ? ഓ എന്നാലല്ലേ നിനക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ അല്ലേ. ഇവര് വളരെ ഫണ്ണായിട്ട് പറഞ്ഞ, റിയലായി പറഞ്ഞൊരു കാര്യമല്ല. ഇവര് പറഞ്ഞത് എന്താ വെച്ചാൽ, ആ സീനിയർ സ്റ്റാഫ് മരണപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിഞ്ഞാലേ ആ പൊസിഷനിലേക്ക് വേറൊരാൾക്ക് കയറി വരാൻ പറ്റും. അപ്പൊ തന്റെ താഴെ നിൽക്കുന്നവർ, തന്റെ ടീമിൽ നിൽക്കുന്നവർ അറിഞ്ഞോ അറിയാതെ തമാശയിലൂടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കാലഹരണപ്പെട്ടു പോകുന്നതിനെ കുറിച്ചോ, ഇവര് മാറി നിൽക്കുന്നതിനെ കുറിച്ചോ, ഇവർക്ക് അസുഖം വരുന്നതിനെ കുറിച്ചോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കെ. ഞാനൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നവനാണ്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഷാജാൻ കാ, ടെക്സ്റ്റൈൽ ബിസിനസ് ഒക്കെ നല്ലതല്ലേ, നിങ്ങൾ നല്ല അടിപൊളി ചെയ്യുന്നില്ലേ, എനിക്കിത് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്, ഇതെങ്ങനെ ചെയ്യാ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ എത്രത്തോളം പറഞ്ഞു കൊടുക്കും? സാധ്യത വളരെ കുറവല്ലേ? ഞാൻ റിയൽ ആയിട്ട് ചെയ്യാനുള്ള സാധ്യത കുറവല്ലേ? എന്നാൽ നിങ്ങളോട് ചോദിക്കുക, ഞാൻ ലിബീഷിനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അമീനെ വിളിക്കുകയാണ്, അമീനെ നിങ്ങൾ ചെയ്യുന്ന സാധനം എനിക്കൊന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ടടാ എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കെ. ഞാനുള്ള ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് ഇവന്മാർ വണ്ടി വിളിച്ച് എന്റെ വീട്ടിൽ വരും. എന്നിട്ട് എന്നെ ഇരുത്തി എന്റെ ഗോൾ സെറ്റ് ചെയ്യിച്ച്, എന്റെ 1 വർഷത്തെ വർക്ക് പ്ലാൻ സെറ്റ് ചെയ്യിച്ച് അടുത്തൊരു 90 ദിവസം ഞാൻ വർക്കിന് ഇറങ്ങണ്ടെന്ന് ഇവർ ഉറപ്പുവരുത്തും. ഞാൻ വർക്കിന് ഇറങ്ങണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എനിക്കിതൊന്ന് വരുമാനം കിട്ടുന്നുണ്ടെന്ന് ഇവർ ഉറപ്പുവരുത്തും. ഇവരെന്നെ ചേർത്ത് പിടിക്കും. എന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ, എനിക്ക് മെന്റലി ഉണ്ടാവുന്ന എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവർ കൂടെ നിൽക്കും. എന്നിട്ട് ഇവർ പറയും നമ്മൾ പൊളിക്കുക. പറയില്ലേ, ലോകത്ത് ഇത് നടക്കുന്നത് ഒരൊറ്റ ഇൻഡസ്ട്രിയിലുള്ള മക്കളെ, വേറെ സ്ഥലത്തില്ല. അപ്പൊ അതാണ് ഇതിന്റെ സ്പിരിച്വാലിറ്റി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇതിന്റെ ഞാൻ ആ ഒരു സ്പിരിച്വാലിറ്റി, ആ ഒരു എന്താ പറയുക, ഹ്യൂമൻ ടച്ച് ഉള്ള ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഫിലിയേഷൻ സിസ്റ്റം. ഞാൻ അത് ചെയ്യുന്ന ആളുകളോട് എപ്പോഴും പറയും, നിങ്ങളുടെ നാട്ടിൽ ആരെന്ത് പറഞ്ഞാലും, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർ എന്ത് പറഞ്ഞാലും, എനിക്ക് കഴിഞ്ഞ 20 വർഷമായി വ്യത്യസ്തമായ ഓൺട്രപ്രണേഴ്സിനെ കോച്ച് ചെയ്യുന്ന ഒരാളെ നിലക്ക്, 1 മില്യണിലധികം ആളുകൾക്ക് ട്രെയിനിങ് എടുത്ത ഒരാളെന്ന നിലക്ക്, 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ട്രെയിനിങ് എടുത്ത ഒരാളെന്ന നിലക്ക്, 1000-ലധികം ട്രെയിനിങ് പ്രോഗ്രാംസ്, 2-ഡേ ട്രെയിനിങ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലക്ക്, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കഴിഞ്ഞ 10 വർഷമായി റിസർച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലക്ക്, ഇവിടുത്തെ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനിക്കും, നിങ്ങൾ ഇന്ത്യയിലെ എണ്ണി പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനിക്കും, GCയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്കും ട്രെയിനിങ് എടുക്കുന്ന ഒരാളെന്ന നിലക്ക്, ഇവിടുത്തെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനീസ് തൊട്ട് ഫോർച്യൂൺ 500 ടോപ്പ് 10 കമ്പനികൾക്ക് വരെ ട്രെയിനിങ് എടുത്ത ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിലൊരു സാധാരണക്കാരന്, ലോകത്തിൽ വലിയ ബിസിനസ് പാരമ്പര്യം ഒന്നും ഇല്ലാത്ത ഒരാൾക്ക്, ലോകത്തിൽ കോടികളുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ഒരാൾക്ക്, വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക്, വലിയ സ്പെഷ്യൽ സ്കില്ലൊന്നും ആവശ്യമില്ലാത്ത ഒരാൾക്ക് ലോകത്ത് വിജയിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അഫിലിയേഷൻ മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് എന്ന്. അതിനപ്പുറത്തേക്ക് അതിന് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. അതാണ് അതിന്റെ സിംഗിൾ ഉത്തരം.
അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ നല്ലതായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ലോകത്തില്ല. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന വലിയ എക്കണോമിസ്റ്റുകൾ, ലോകത്തെ ഏറ്റവും നല്ല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്, ലോകത്തിലെ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ്, ലോകത്തിലെ ഏറ്റവും നല്ല ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ്, ലോകത്തിലെ ഏറ്റവും നല്ല ഫിനാൻസ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ, വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആളുകൾ എല്ലാവരും പറയുന്നു അവർ കാണുന്ന ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം അഫിലിയേഷനാണ്. എന്താ കാരണം? ഒരു മനുഷ്യന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, ഒരു മനുഷ്യന് സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ തന്റെ സ്വന്തം എഫേർട്ടിലൂടെ അല്ലാതെ ഒരു കൂട്ടം ആളുകളുടെ എഫേർട്ടിന്റെ ഫലം കൂടി കിട്ടുന്ന രൂപത്തിലേക്ക് ലിവറേജ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം കിട്ടണം. ലിവറേജ് നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അറ്റൻഡ് ചെയ്ത ആളുകളോടെ ഉണ്ട്. എൻ്റെ 2 ഡേ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു സാധനമാണ് ടൈപ്സ് ഓഫ് ലിവറേജും എങ്ങനെ ലിവറേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും. കാരണം വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ലിവറേജ് ഉണ്ടായേ പറ്റും. നമ്മളുടെ പേഴ്സണൽ എഫേർട്ട് കൊണ്ട് മാത്രം ഞാൻ ഭയങ്കരമായ ഒരു സംഭവമാണ്, എനിക്ക് നല്ല കഴിവുണ്ട്, ഞാൻ 24 മണിക്കൂർ 365 ദിവസവും ഉറക്കം ഊണില്ലാതെ എനിക്ക് എത്ര പണിയെടുക്കാൻ പറ്റും? അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു സിസ്റ്റവും 3 കാര്യം ഒരുമിച്ചുണ്ടെങ്കിൽ ലിവറേജ് കിട്ടും. അതിലൊന്നാമത്തെ കാര്യം ഒരു ടീമാണ്. അത് കോർപ്പറേറ്റ് കമ്പനിയിലായാലും എവിടെ ആയാലും ടീമാണ്. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കോമൺ ഗോളുള്ള, കോമൺ ലക്ഷ്യമുള്ള, ഒരുമിച്ച് എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ടീം. യു ഹാവ് ടു മേക്ക് എ ടീം. നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ അത് നിങ്ങൾ സാലറി കൊടുത്ത് എംപ്ലോയീസിനെ വെക്കും. ഈ ബിസിനസ് എല്ലാവർക്കും അതിന് ഇന്ന് കോമൺ ആയിട്ട് ടീം എന്ന് തന്നെ പറയാം, അല്ലാതെ എംപ്ലോയീസ് ഒന്നും പറയാം, ടീമാണ്. കാരണം ജോലിക്കാരനും ടീമും രണ്ടാണ്. ടീമിന് കോമൺ ഗോൾ ഉണ്ടാവും, ടീമിന് കോമൺ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ടീമിന് കോമൺ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അവരുടെ കോർഡിനേഷൻ ഉണ്ടാവും, കോർപ്പറേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു ടീമാണ്. രണ്ടാമത്തത്, ആ ടീമിനെ എങ്ങനെ വർക്ക് ചെയ്യണം, എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്ന, അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം. മൂന്നാമത്തത്, ഇതിനുപയോഗിച്ച് ഈ ടീമിനും സിസ്റ്റത്തിനും വർക്ക് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ഉള്ള, പൊട്ടൻഷ്യലുള്ള, സാധ്യതയുള്ള, ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു കമ്പനിയുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ 3 കാര്യം എവിടെ ഒരുമിച്ചുണ്ടോ അവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒന്നാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് ഈ ലോകത്തിന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയുടെ പെനട്രേഷൻ റേറ്റ്, യൂസേഴ്സിന്റെ പെനട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് 17% തൊട്ട് 20% വരെയാണ്. 17% to 20% വരെയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ 100 പേര് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ തിരൂരുകാരുണ്ട്, ഇവിടെ കണ്ണൂരുകാരുണ്ട്. ഓക്കെ, തിരൂർ ഗ്രാമപഞ്ചായത്തിൽ 100 പേരാണ് കഴിഞ്ഞ മാസം ക്രിപ്റ്റോ കറൻസിയുമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ എന്ന് വിചാരിക്കുക. അത് ഈ മാസം 118 പേരാവും. 18 പേര് പുതിയത് വരും. 18 മുതൽ 20% വരെ. ഇത് കേരളത്തിന്റെ എടുത്താൽ, ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ടോട്ടലാണ്. ഇത് കേരളത്തിന്റെ എടുത്താൽ, കേരളത്തിന്റെ ക്രിപ്റ്റോ കറൻസി പെനട്രേഷൻ റേറ്റ് മോർ ദാൻ 25 ആണ്. മോർ ദാൻ 25 ആണ്. ഇപ്പോഴും എനിക്ക് കോളുകൾ വരും. വളരെ ട്രഡീഷണലായ, നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രിയുടെ ഭാഗമാവുന്നൊന്നും ചിന്തിക്കാത്ത ആളുകൾ ഏതെങ്കിലും ക്രിപ്റ്റോ കോൺക്ലേവിന്റെ മറ്റു പോസ്റ്റർ കാണുമ്പോൾ എന്നെ വിളിക്കും, ഷാജാൻ എനിക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കാറുണ്ട് ആളുകൾ. കാരണം പുതിയ ആളുകൾ, പെനട്രേഷൻ റേറ്റ്, ഇന്നേ വരെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാവാത്ത, ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാത്ത, ഒരു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലാത്ത, ഒരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ലാത്ത ആളുകളിൽ ഓരോ ദിവസവും ഓരോ മാസവും 18 മുതൽ 20% വരെ, 25% വരെ ആളുകൾ കേരളത്തിൽ ആഡ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് മച്ച് ഗ്രോത്ത്. ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയുടെ ഇന്ത്യയിലെ CAGR, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ബ്ലോക്ക് ചെയിനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തിരിച്ച് റിട്ടേൺ കിട്ടുന്ന കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 2 ഡേയിൽ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 91% ആണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, റിയൽ എസ്റ്റേറ്റിന്റെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് റേറ്റ് ബിലോ 25% ആണ്.
ഗോൾഡ് ഇവിടെ കൊടുത്ത ഏറ്റവും ടോപ്പ് റേറ്റ് ബിലോ 20% ആണ്. നമ്മൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ മലയാളി കാണുന്ന സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടും കിട്ടിയ ഏറ്റവും ടോപ്പ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് രണ്ടും കൂടി 25% താഴെയാണ്. ഇപ്പൊ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻവെസ്റ്റ്മെന്റ് ടിപ്പ് വന്നായിരുന്നു. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ മറ്റേ ടാഞ്ചിബിൾ അസറ്റുകളിൽ നിന്ന് ഇൻടാഞ്ചിബിൾ അസറ്റുകളിലേക്ക്, ഫിസിക്കൽ അസറ്റുകളിൽ നിന്ന് വെർച്വൽ അസറ്റുകളിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടാവും എന്നുള്ളൊരു അപ്ഡേറ്റ് റോബർട്ട് കിയോസാക്കിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്ത് വെക്കുന്നതിന് പകരം, നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ അസറ്റ്, എന്നിട്ട് പുള്ളി അതിൽ വളരെ വ്യക്തമായിട്ട് പുള്ളി അഡ്വൈസിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എത്ര പേര് വായിച്ചു, എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന 2003 അമേരിക്കയിൽ 2010 സാമ്പത്തിക മാന്ദ്യം വരുമെന്ന് 7 വർഷം മുന്നേ പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അദ്ദേഹം പറയുന്നത് അടുത്ത ഒരു സാമ്പത്തിക പ്രശ്നം, ഒരു സാമ്പത്തിക ഇഷ്യൂ ലോകം ഫേസ് ചെയ്യും. ആ സമയത്ത് ആളുകൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഫിസിക്കൽ അസറ്റുകളിലാണ് എന്നുള്ളതാണ്. അത് ഫിസിക്കൽ അസറ്റുകളിൽ നിന്ന് മാറി ഡിജിറ്റൽ അസറ്റുകളിലേക്ക് മാറ്റുമ്പോൾ, ഫിസിക്കൽ അസറ്റുകളിൽ നിന്ന് മാറി ഡിജിറ്റൽ അസറ്റുകളിലേക്ക് മാറ്റിയിട്ടില്ല എങ്കിൽ അവർ വലിയൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ട്, വലിയ റിസഷൻ വരെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിനാൻഷ്യൽ അഡ്വൈസറാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു റിപ്പോർട്ട് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ക്രിപ്റ്റോ കറൻസിനെ അസറ്റായി പരിഗണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, പരിഗണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി, നമ്മളെ തൊട്ടടുത്തുള്ള സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കാണും, കേട്ടു കാണും, അല്ലെങ്കിൽ വായിച്ചു കാണും. ഇവിടുത്തെ എല്ലാ മീഡിയകളും, ഇവിടുത്തെ എല്ലാ പ്രമുഖ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തു. സുഹൃത്ത്, ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാറ്റത്തെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല. ഇതാണ് മാറ്റം, ഇതാണ് കാലഘട്ടത്തിന്റെ മാറ്റം. ഇനി വരാൻ പോകുന്ന റെവല്യൂഷൻ ഇതാണ്, ഇനി വരാൻ പോകുന്ന ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഇതിനെ ആർക്കും മാറ്റി നിർത്താൻ പറ്റില്ല, ആർക്കും. കാരണം ഇതാണ് ഇനി ഇതാണ് ലോകം, ഇതാണ്, ഇതിലേക്ക് ലോകം എത്തുകയേ ചെയ്യുള്ളൂ. അല്ലാതെ ലോകത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിലേക്ക് ഇത് മാറില്ല. അപ്പോ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി, ഏറ്റവും ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രി, നിങ്ങളെ വീടിന്റെ ചുറ്റുവട്ടത്ത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി പറയാം, നിങ്ങളെ വീടിന്റെ ചുറ്റുഭാഗത്ത് 1000 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൽ 100 പേര് ക്രിപ്റ്റോ കറൻസി ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത മാസം യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം 120 ആണ്. പുതിയ 20 ആളുകൾ വരും. ഈ വരുന്ന പുതിയ 20 ആളുകൾ നിങ്ങളുടെ കെയർ ഓഫിലാണോ, നിങ്ങളിലൂടെയാണോ, നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണോ, നിങ്ങൾ ആണോ ഇവരിലെ ഗൈഡ് ചെയ്തത്, നിങ്ങളാണോ ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തത്, നിങ്ങളാണോ ഇവർക്ക് അവയർനെസ് കൊടുത്തത്? അത് മാത്രമാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആളുകൾ ഇതിന്റെ ഭാഗമാവും, ആളുകൾ ഇതിന്റെ ഭാഗമാവും. നിങ്ങളിപ്പോൾ പറയാൻ മടിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളിപ്പോൾ പറയാൻ മടിച്ചിരിക്കുന്ന നിങ്ങളുടെ റിലേറ്റീവ്, നിങ്ങളുടെ ക്ലാസ്മേറ്റ്, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരെല്ലാം ഇൻഡസ്ട്രിയുടെ ഭാഗമാവും. കാരണം ദിസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. ഇന്ന് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയും ഇൻഡസ്ട്രിയും എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആണ്. രണ്ടാമത്തെ കാര്യം, ഒരു ഏറ്റവും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതല്ലാത്ത മറ്റെന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ, ഇവിടെ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റെന്തെങ്കിലും ജോലി സാധനമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക, അടുത്ത 40 വർഷം ഞാൻ എത്ര ബിസിനസ് ഇവിടെ ഉണ്ടാവും? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ എത്ര ഇവിടെ ഉണ്ടാവും? 2030 ആവുന്നതോടുകൂടി നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ 90% ജോലികളും ഇല്ലാണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, ശശി തരൂർ അടക്കമുള്ള ആളുകളുടെ സ്പീച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. 2020 നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ 90% ജോലികൾ ഇല്ലാണ്ടാവും. ടെക്നോളജി വരും. ടെക്നോളജി അവിടെ വരുന്ന സമയത്ത് പല ആളുകളുടെയും ജോലി പോകും. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമന്റെ ഒരു ഇന്ത്യൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമന്റെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇന്ത്യയിലെ ബാങ്കുകളെല്ലാം കൂടി ആകെ 3 ബാങ്കായി ചുരുങ്ങാൻ പോവാണ്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും കൂടി
3 ബാങ്കായി ചുരുങ്ങാൻ പോവാണ്. കാരണം ഈ ബാങ്കുകളെല്ലാം മെർജ് ചെയ്യപ്പെടുകയാണ്. എന്താ മെർജ് ചെയ്യപ്പെടാൻ കാരണം? ടെക്നോളജി ഭയങ്കരമായി ഗ്രോ ചെയ്തു. മാൻ പവറിന്റെ ആവശ്യമില്ല, ബ്രാഞ്ചുകളുടെ ആവശ്യമില്ല. ഇന്ന് പല ബാങ്കുകളും അപ്ലിക്കേഷൻസിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകണേ. അവരുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്ന അവരുടെ ബാങ്കിങ് അപ്ലിക്കേഷൻസിലാണ്. അപ്പൊ ടെക്നോളജി വരികയാണ്. അപ്പൊ ബാങ്കുകൾ മെർജ് ചെയ്യപ്പെടുകയാണ്. ഇതൊന്നും അറിയാതെ ഇപ്പോഴും കുറെ ആൾക്കാർ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ഇപ്പോഴും കുറെ ആൾക്കാർ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ്ങിന് പോയിരിക്കുകയാണ്. ഇപ്പോഴും ബാങ്കിൽ ജോലി സ്വപ്നം കൊണ്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഞാൻ എറണാകുളത്ത് താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ ബാങ്ക് കോച്ചിങ് സെന്ററിനാണ്. 100 കണക്കിന് ആളുകളാണ് അവിടെ കോച്ചിങ്ങിന് വരുന്നത്. ഇപ്പോഴും സ്റ്റിൽ. എന്താ കാരണം? ഇവരിപ്പോഴും ഇവിടെ നടക്കുന്ന ഈ ചേഞ്ച് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ? അടുത്ത 20 വർഷം ICICI ബാങ്ക് അടക്കമുള്ള ആളുകൾ അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. ബാക്ക്ഗ്രൗണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മെർജിങ് നടക്കുമ്പോൾ, ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ഭാഗവാക്കായ പല ജോലികളും പല ബിസിനസ്സുകളും ഇല്ലാണ്ടാവും. പിന്നെ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന എത്ര മേഖല അടുത്ത 40 വർഷം ഉണ്ടാവും എന്ന് ആലോചിക്കുമ്പോൾ സമാനമായി ഇപ്പുറത്ത് ഒരു ഇൻഡസ്ട്രി, ഒരു ടെക്നോളജി ഭയങ്കരമായി ഗ്രോത്ത് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ വി ആർ റിയലി ബ്ലെസ്ഡ്. നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്നറിയോ? ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാവാൻ കഴിഞ്ഞത്. നിങ്ങളെല്ലാവരും നിങ്ങളെ കൈകളൊന്നും മറ്റേ സ്മൈലിലും ഇമോജിയിലും ഒന്നും അല്ല, ശരിക്കും നിങ്ങളെ വീട്ടുകാർ കേൾക്കുന്ന രൂപത്തിലൊന്ന് ഉറക്കടിച്ചേ, 2 കൈ കൂട്ടിയടിച്ചേ. കാരണം നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടി തന്നെ കൈയടിച്ചോ. കാരണം നിങ്ങൾ ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും സാധ്യതയുള്ള, ലോകത്തിലെ ഏറ്റവും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സിസ്റ്റം. ഒരു സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം ഞാൻ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ഞാൻ റെഗുലറായി ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുമായും ഇത്തരത്തിലുള്ള ആളുകളുമായി ഇത്തരത്തിലുള്ള കമ്പനികളുമായി ഒക്കെ അസോസിയേറ്റ് ചെയ്ത് പോകുന്നതാണ്. സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സിസ്റ്റം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ അവിടെ റിപ്പീറ്റേഷൻ ഉണ്ടാവുമെന്നാണ്. സ്ഥിരമായി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവുമെന്നാണ്. എന്തെന്നെ സംഭവിച്ചാലും റെഗുലറായി നടക്കുന്ന കാര്യം ഉണ്ടാവുന്നതാണ്. അമീന, ലിബീഷ്, ഇത് ഇന്ന് എത്രാമത്തെ ദിവസമാണ് 7 AM മീറ്റിംഗ് തുടങ്ങിയിട്ട്? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യൂ. 1000-ലധികം ദിവസമായി എന്ന് എനിക്കറിയാം. 1300 ടച്ച് ചെയ്യുന്നു. 1300 ടച്ച് ചെയ്യാൻ പോകുന്നു. 1300 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 365 ദിവസമേ ഉള്ളൂ. 3 വർഷത്തിലധികമായി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഇന്ത്യയിലുണ്ടോന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. റിപ്പീറ്റഡ് ആയി ഡെയിലി രാവിലെ 7 മണിക്ക് ഇത്രയും ആളുകൾ ഒരുമിച്ച്. അതെന്താ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? റെഗുലറായി റിപ്പീറ്റഡായി ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഈ റെഗുലറായിട്ട് ഇത് നടക്കുമ്പോൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്താൽ മാത്രം മതി. ഇത് മാത്രമല്ല, ഇവരെല്ലാം മന്ത്ലി നടത്തുന്ന RTPകൾ, ഇവരെല്ലാം മാസവും നടത്തുന്ന LTP, ഇപ്പോ എല്ലാ പല വീക്കുകളിലും പല സ്ഥലത്ത് നടക്കുന്ന കോണ്ടസ്റ്റുകൾ, പല സ്ഥലത്തും നടക്കുന്ന, ഞാൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ റെഗുലറായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സംവിധാനമാണ്. അമ്മീ നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ നമ്മളെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പല ആളുകളും എൻ്റെ അടുത്ത് പേഴ്സണലി പല കാര്യത്തിനും കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു മടിയില്ലാതെ, കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ. ഇത്രയും സിസ്റ്റമാറ്റിക്കായി ഞാൻ വീണ്ടും പറയണം, ഇത്രയും സീരിയസും സിസ്റ്റമാറ്റിക്കുമായി ഒരു കമ്മ്യൂണിറ്റിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ എല്ലാ ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സിനെയും ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. യു പീപ്പിൾ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. കാരണം നിങ്ങളത് ചെയ്യുമ്പോൾ, ഇതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന
ഇതിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾ വന്നാൽ അയാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അയാൾ ഇവിടുത്തെ സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഫോളോ ദ സിസ്റ്റം. അതൊരു വലിയ സംഭവമാണ്. കാരണം നമ്മൾ അറിയാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത, ജീവിതത്തിൽ കോൺഫിഡൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ വിജയിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത, ആരോടും മിണ്ടാത്ത, ആരോടും പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അത്തരത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊന്നും പലപ്പോഴും പറ്റില്ല. നമുക്ക് ആളുകളെ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല, ആളുകളെ വ്യക്തിപരമായിട്ട് ഫോക്കസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒരു കോമൺ സിസ്റ്റം ഉണ്ടെങ്കിൽ, അവർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒരു കോമൺ ആയ സിസ്റ്റം ഉണ്ടെങ്കിൽ, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആ കോമൺ സിസ്റ്റത്തിന്റെ ഭാഗമായാൽ മതി. ഇപ്പൊ എനിക്ക് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഒരു കാര്യം പറയാം. രാവിലെ 7 മണിക്ക് എണീറ്റ്, ഒരു 6:30 മണിക്ക് എണീറ്റ്, അല്ലെ 6 മണിക്ക് എണീറ്റ് 7 മണിയാകുമ്പോഴേക്ക് കുളിച്ച് ഫ്രഷായി, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ, 7 മണിയാകുമ്പോഴേക്ക് കുളിച്ച് ഫ്രഷായി, കിടക്കുന്ന ബെഡിൽ ഇരുന്നിട്ടല്ല, ബെഡ്റൂമിൽ ഇരുന്നിട്ടല്ല, കുളിച്ച് ഫ്രഷായി ഡ്രസ് ചെയ്ത് ഒരു പേനയും പേപ്പറും ഡയറിയും എടുത്ത് 7 മണിക്ക് എംപവർ ഡെയിലി നടത്തുന്ന മീറ്റിംഗ് പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, കാരണം ഞാൻ ആ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് അറിയുന്നോട് പറയാം, എംപവറിന്റെ മീറ്റിംഗിന്റെ ശൈലി അറിയുന്നോണ്ടല്ല ഞാൻ പറയുന്നത്. രാവിലെ നേരത്തെ എണീറ്റ് 7 മണിയാകുമ്പോഴേക്ക് കുളിച്ച് ഫ്രഷായി, നിങ്ങളുടെ മുഖത്ത് ഉറക്കച്ചവട്, ഇപ്പൊ വീഡിയോ ഓൺ ആക്കി പല ആൾക്കാരുടെയും മുഖം കാണാം, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഒരു ഉറക്കച്ചവടും ഇല്ല, അത് ഫ്രഷായി നിങ്ങൾ കല്യാണത്തിനോ മീറ്റിങ്ങിനോ പോകുമ്പോൾ എങ്ങനെ റെഡി ആയിരിക്കും അതുപോലെ റെഡിയായി, ഫിസിക്കലി ആൻഡ് മെന്റലി ഫുള്ളി സെറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും വന്നിരുന്ന് ഒരുമിച്ചിരുന്നിട്ട് ഈ 7 മണിന്റെ മീറ്റിംഗിൽ നിങ്ങൾ ഭാഗവാക്കാവാൻ റെഡി ആണെങ്കിൽ 21 ദിവസം, ഞാൻ ഗ്യാരണ്ടി പറയാം, 21 ദിവസം ഒരാൾ അത് ബ്രേക്ക് ചെയ്യാതെ ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ കണ്ടു തുടങ്ങും, അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങും. പക്ഷെ ഞാൻ ഇപ്പോഴും കണ്ടീഷൻസ് പറയാം. രാവിലെ എണീക്ക്, ഫിസിക്കലി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് കുളിച്ച് ഫ്രഷായി ഡ്രസ്സപ്പ് ചെയ്തിട്ട് 7 മണിന്റെ മീറ്റിങ്ങിന് വന്നിരിക്കണം. ചടങ്ങ് തീർക്കാൻ വന്നിരിക്കരുത്. ഇവിടെ ഇപ്പൊ 406 പേര് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ 406 പേരത്ത് ഞാൻ പറയാൻ കാര്യം, ഇന്ന് തൊട്ട് 21 ദിവസത്തേക്ക്, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല, ഇന്ന് ഡേറ്റ് 29-ാം തീയതിയാണ്. ഇന്ന് തൊട്ട് 21 ദിവസത്തേക്ക് നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ മോർണിംഗ് AM മീറ്റിങ്ങിന് വേണ്ടി മാത്രം, 7 AM മീറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു ഡയറി റെഡിയാക്കി വെക്കുക. ഈ മീറ്റിങ്ങിൽ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തർ സെഷൻ എടുക്കും. ഇപ്പൊ ഇല്യാസ്ക്ക് ഇന്നലെ രാത്രി എന്നോട് 11:30 മണിക്ക് സംസാരിച്ചു ഇന്നലത്തെ സെഷനെ കുറിച്ച്, അല്ലെ അമീൻ സംസാരിക്കാറുണ്ട്, അല്ലെ ലിബീഷ് ഭായ് സംസാരിക്കാറുണ്ട്, നിജാഫ് ആരായാലും. അപ്പൊ ഇവരൊക്കെ ഓരോ ദിവസവും ഈ 7 മണിന്റെ മീറ്റിംഗിൽ കൊടുക്കേണ്ട ഇൻഫർമേഷനെ കുറിച്ച് ഭയങ്കര സീരിയസ് ആണ്. ഈ 7 മണിന്റെ മീറ്റിംഗിൽ ഇവർ സംസാരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവർ വളരെ സീരിയസ് ആണ്. അവരതിന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, സീരിയസ് ആയി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം അവർ ഇതിനെ വളരെ സീരിയസ് ആയി കാണുന്നുണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾ ഒരു ഡയറി ഇന്ന് തന്നെ പോയിട്ട് ഈ 7 AM മീറ്റിംഗിന് വേണ്ടി ഒരു ഡയറി പർച്ചേസ്, അതിൽ വേറെ ഒന്നും എഴുതണ്ട. ഡെയിലി രാവിലെ 7 മണിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ആ മീറ്റിംഗിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് അന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 21 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു റാപ്പിഡ് ചേഞ്ച് ഉണ്ടായിട്ടില്ല, നിങ്ങൾ എന്നെ വിളിക്കുക, ബാക്കി ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. കാരണം അത് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. സിസ്റ്റം റിസൾട്ട് ഉണ്ടാക്കി തരും. വ്യക്തികൾ എന്നതിനപ്പുറത്തേക്ക്, വ്യക്തികളുടെ സ്കില്ലിനപ്പുറത്തേക്ക്, ആളുകളുടെ പേഴ്സണലായ കഴിവുകൾക്ക് അപ്പുറത്തേക്ക്, ഞാൻ വീണ്ടും പറയാണ്, ആളുകളുടെ പേഴ്സണലായ കഴിവുകൾക്ക് അപ്പുറത്തേക്ക്, ആളുകളുടെ വ്യക്തിപരമായ സ്കില്ലുകൾക്ക് അപ്പുറത്തേക്ക് സിസ്റ്റമാണ് റിസൾട്ട് ഉണ്ടാക്കുക. റെഗുലറായി, കൺസിസ്റ്റന്റ് ആയി, റിപ്പീറ്റഡ് ആയിട്ട് എന്ത് പ്രവൃത്തി നടക്കുന്നോ ദാറ്റ് വിൽ ക്രിയേറ്റ് മാസീവ് റിസൾട്ട്സ്, ദാറ്റ് വിൽ ക്രിയേറ്റ് മാസീവ് ചേഞ്ചസ്. അപ്പൊ അത്തരത്തിലൊരു സിസ്റ്റം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു കമ്മ്യൂണിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൽ, ഒരു കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യുന്നതിൽ, ഒരു കമ്മ്യൂണിറ്റീനെ ഗൈഡ് ചെയ്യുന്നതിൽ, ഒരു കമ്മ്യൂണിറ്റീനെ മെന്റർ ചെയ്യുന്നതിൽ ഏറ്റവും പവർഫുൾ ആയ സിസ്റ്റമാറ്റിക് ആയ ഒരു സിസ്റ്റം ഏതാന്ന് ചോദിച്ചാൽ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്സ് എംപവർ. എംപവർ അത് അത്രയും സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഏറ്റവും നല്ലൊരു ഇൻഡസ്ട്രി നിങ്ങളുടെ കയ്യിലുണ്ട്, ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി നിങ്ങളുടെ കയ്യിലുണ്ട്, ഏറ്റവും ഗ്രോയിങ് ആയ, ഏറ്റവും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്.
ദെൻ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയ ഒരു ഓർഗനൈസേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. The third thing, the most important thing, you have to create a team, a powerful team. ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ റെഡി ആവണം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ രണ്ട് കാര്യം ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ രണ്ട് കാര്യം ചെയ്യാൻ ഇൻഡസ്ട്രി ഏറ്റവും നല്ലതായത് എൻ്റെ നിങ്ങളുടെ മഹത്വം കൊണ്ടല്ല, അത് കാലഘട്ടം മാറ്റിയതാണ്, ലോകം മാറ്റിയതാണ്. ലോകത്ത് വളരെ വിഷനുള്ള, ലോകത്ത് വളരെ കാഴ്ചപ്പാടുള്ള, മുന്നേ സഞ്ചരിച്ച ഒരുപാട് ആളുകൾ ക്രിയേറ്റ് ചെയ്തതാണ്, അവർ ലീഡ് ചെയ്താണ് ഇൻഡസ്ട്രി ഇങ്ങനെ ആയത്. സിസ്റ്റം ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള നിങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ലീഡേഴ്സിനെ പോലെ അവർ ജീവിതത്തിൽ കണ്ട സ്വപ്നത്തിന്റെ ഭാഗമായി ഞാനും എൻ്റെ കൂടെ വരുന്ന ആളുകളും വിജയിക്കണം എന്നുള്ള അവരുടെ തിരിച്ചറിവിന്റെ പുറത്ത് അവർ വളരെ കഷ്ടപ്പെട്ട് റിപ്പീറ്റഡ് ആയി എണീറ്റ് ഡെയിലി രാവിലെ 7 മണിക്ക്, എല്ലാവർക്കും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അവർ എഫേർട്ട് എടുത്ത് കണ്ടിന്യൂസ് എഫേർട്ട് എടുത്ത് ഇങ്ങനത്തെ ഇത്തരത്തിൽ സിസ്റ്റം ഉണ്ടാക്കുന്നത്. എനിക്കറിയാം ഓരോ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ ബാക്കിൽ, ഓരോ ഈവന്റ് സംഘടിപ്പിക്കുന്നതിന്റെ ബാക്കിൽ ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇതിന് പോകുന്ന ആളാണല്ലോ. എന്നെ പോലത്തെ ആളുകളാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റുമാണ്. നമ്മൾ പറഞ്ഞാൽ ഡേറ്റ് എടുക്കുന്ന കാര്യത്തിലും അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യത്തിലും ട്രെയിനിങ് ബുക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ കോർഡിനേറ്റ് ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മളുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക, അപ്പുറത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുക, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരെടുക്കുന്നത് വളരെ പെയിനാണ്. രണ്ടും നിങ്ങൾ പേഴ്സണൽ എടുക്കേണ്ട ഒരൊറ്റ പെയിനാണ്. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങളുടെ ഏത് പേഴ്സണൽ ഗോൾ, നിങ്ങളുടെ ഏത് പേഴ്സണൽ നീഡ്, നിങ്ങളുടെ പേഴ്സണൽ പർപ്പസ് എന്താണ്, നിങ്ങൾ എന്താണ് ഈ ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ക്ലാരിറ്റി വേണം. ഇന്നലെ വരെ നിങ്ങൾ എന്തായിരുന്നു എന്നോ, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നോ, നിങ്ങൾ എന്താ ചെയ്തിരുന്നു എന്നോ അതൊന്നും അല്ല പ്രശ്നം. ഈ നിമിഷം, ഈ ദിവസം, ഈ സമയം, ഇപ്പൊ 8 മണിയായി, ഈ സമയം തൊട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത എന്തൊരു സാധനമാണ് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യേണ്ടത്. യു മസ്റ്റ് ഹാവ് ദ ക്ലാരിറ്റി അബൌട്ട് ദാറ്റ്. Clarity matters, my dear friends. Clarity matters. More than skill, more than knowledge, clarity matters. ആ ക്ലാരിറ്റി കിട്ടാത്തടത്തോളം നിങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് ആവും. നിങ്ങൾ ഇങ്ങനെ ഒരു ലൂപ്പ് കടന്ന് കറങ്ങും. നിങ്ങൾ പ്രോഗ്രാമിന് പോവും, ഒക്കെ ചെയ്യും, നിങ്ങൾ ലൂപ്പ് കടന്ന് കറങ്ങും. കേൾക്കും. നിങ്ങൾ ഈ ക്ലാരിറ്റി ഇല്ലാതെ ഈ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിങ്ങളൊരു ലൂപ്പിൽ ഇങ്ങനെ പെട്ടിടക്കും, ചുരുളിയിൽ പെടും. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ക്ലാരിറ്റി ഇല്ല എന്താണ് നിങ്ങൾ ഇതിലൂടെ ചെയ്യാൻ പോകുന്നത്, എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്ന്. ആ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതിന് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്ത, നിങ്ങളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്ത ഏതെങ്കിലും നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പിൽ ഏറ്റവും എഫക്റ്റീവായി ഈ പണി അറിയാവുന്ന ഒരു ലീഡർ ഉണ്ടാവും. ടേക്ക് എൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ഹിം. നിങ്ങൾ എഫേർട്ട് എടുക്കണം. അയാൾ നിങ്ങളെ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല. അയാളുടെ ടീമിൽ ചിലപ്പോൾ 1000 പേര് ആഴ്ച ജോയിൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1000 പേര് ഈ മാസം വന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഇവിടുത്തെ പുതിയ ആളുകളുടെ ഞാൻ പറയുന്നത്, എനിക്കറിയില്ല എത്ര പേരുണ്ട് പുതിയതെന്ന്, പക്ഷെ അവരുടെ ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് യുവർ ലീഡർ. റിക്വസ്റ്റ് ഫോർ ആൻ അപ്പോയിന്റ്മെന്റ്. അവരെ വിളിച്ചു ചോദിക്കൂ, എനിക്കൊന്ന് കാണണം, എനിക്ക് ഇരിക്കണം സാർ, എനിക്ക് ഐ നീഡ് യുവർ 10 minutes. ഞാൻ എന്താ ചെയ്യണ്ടേ? അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുക. ആ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട്, ആ ക്ലാരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അവർ പറഞ്ഞുതരും. ആ ലക്ഷ്യത്തിലേക്ക്, ആ ഗോളിലേക്ക് എത്താൻ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവർ they can sell you, they can lead you, they can mentor you. അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് 3ാമത്തെ സ്റ്റെപ്പ്. വേറെ ഒരു മിറാക്കിൾസും ഒരു മാജിക്കും ഇവിടെ സംഭവിക്കില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ അത് ഭയങ്കര ടഫായ, ആർക്കും മനസ്സിലാവാത്ത സ്ട്രാറ്റജീസ് ഒന്നുമില്ല. ഈസി സ്റ്റെപ്സ് ബട്ട് നോട്ട് ഈസി. കൺസിസ്റ്റന്റ് ആയ, റെഗുലറായ, ക്ലാരിറ്റി ഉള്ള എഫേർട്ട് എടുക്കുന്നവൻ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുക. ഞാൻ ഇങ്ങോട്ട് വീണ്ടും പറയാം, ജീവിതത്തിൽ അവസരങ്ങൾ വരുന്നത്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ലക്ക് കൊണ്ടല്ല. ലക്ക് എന്ന് പറഞ്ഞാൽ
ലെക്ക് ഫേവേഴ്സ് ദോസ്, അവർ ഏറ്റവും നന്നായി പ്രിപ്പയർ ആയ ആളുകളെയാണ് ലെക്ക് ഫേവർ ചെയ്യാന്ന് പറയും. ഏറ്റവും നിങ്ങളുടെ പ്രിപ്പറേഷൻ, വെൻ യുവർ പ്രിപ്പറേഷൻ മീറ്റ്സ് യുവർ ഓപ്പർച്യൂണിറ്റി, ദാറ്റ്സ് ലെക്ക് എന്നാ പറയാം. നിങ്ങൾ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഏറ്റവും നന്നായി ബെറ്റർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ സ്കില്ലിനെയും നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ നോളജിനെയും എപ്പോഴും പോളിഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു ദിവസം അതിന് കറക്റ്റായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യപ്പെടും. അതാണ് ലെക്ക് എന്ന് പറയും. പക്ഷേ മോർ ദാൻ ദാറ്റ്, കണ്ടിന്യൂസ് ആയ, കൺസിസ്റ്റന്റ് ആയ, റെഗുലർ ആയ, മുടങ്ങാത്ത, റിപ്പീറ്റഡ് ആയ ആക്ടിവിറ്റീസ് ചെയ്യാൻ തയ്യാറാവുന്നവൻ, റെഗുലറായി ചെയ്യുന്നവൻ. നിങ്ങൾ ഒരു ദിവസം എത്ര പേരോട് ബിസിനസ് സംസാരിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഒരു ദിവസം നിങ്ങൾ എത്ര പേരോട് ബിസിനസ് സംസാരിക്കും? കൺസിസ്റ്റൻസി മാറ്റേഴ്സ്, ക്ലാരിറ്റി മാറ്റേഴ്സ് ആൻഡ് കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. നിങ്ങൾ റെഗുലറായി എത്ര പേരോട് സംസാരിക്കും? ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരത്ത് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ 406 നിന്ന് 391 പേരായിട്ടുണ്ട്. ആ ഇറങ്ങിപ്പോയ 6 പേരെ കുറിച്ച് ഞാൻ ജീവിതത്തിൽ ചിന്തിക്കുക പോലുമില്ല. എന്താ കാരണം എന്നറിയോ? ചിലപ്പോൾ ഒരു കോള് വന്നതാവും, ടോയ്ലറ്റ് പോയതാവും, പലതും ആവും, കാരണം പലതും ആവും. പക്ഷെ ദേ ആർ ലൂസിങ് ദ കൺസിസ്റ്റൻസി. ഇന്നലെ മീറ്റിങ്ങിന് കയറി, ഇന്ന് കയറിയില്ല, ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളെ കുറിച്ച് ആലോചിക്കുക പോലുമില്ല ഞാൻ. കാരണം എന്താണെന്നറിയോ? കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. നിങ്ങൾ ഒരു ദിവസം രാവിലെ ജിമ്മിൽ പോയി, പിറ്റേ ദിവസം പോയില്ല, മസിലുണ്ടാവും? ഉണ്ടാവും. നിങ്ങൾ ഒരു ദിവസം മറ്റേ നമ്മുടെ ബ്രൂസിൽ പറഞ്ഞ പോലെ, എനിക്ക് 1000 അടവുകൾ അറിയുന്നവനെ അല്ല പേടി ജീവിതത്തിൽ, എനിക്കൊരു അടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്തവനാണ് പേടി. എനിക്ക് 1000 കിക്കുകളും ട്രിക്കുകളും അറിയുന്നവനല്ല ഭയം. എനിക്ക് ഒരൊറ്റ കിക്ക്, ഒരൊറ്റ സാധനം 1000 തവണ പ്രാക്ടീസ് ചെയ്തവനാണ് ഭയം എന്ന് പറയുന്നത്. That shows the importance of consistency. That shows the importance of consistency. Regular 7 AM മീറ്റിംഗ് ഇന്ന് വരെ 1300 ദിവസം മുടക്കാത്ത എത്ര പേരുണ്ട്? ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല സാർ. എന്റെ വീട്ടിലൊരു മരണം നടന്നേക്കാം, അതിനേക്കാൾ അപ്പുറത്തൊന്നുമില്ലല്ലോ. എന്റെ വീട്ടിലൊരു മരണം നടന്നേക്കാം, എന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായേക്കാം, ഞാനൊരു ടൂർ പോയേക്കാം. ഇതൊക്കെ സംഭവിച്ചാലും മോർണിംഗ് 7 AM മീറ്റിംഗ് ഞാൻ മുടക്കില്ല. തീരുമാനം എത്ര പേരുണ്ട് സാർ? ഞാൻ ഒരു ദിവസത്തിൽ 10 പേരോട് ബിസിനസ് സംസാരിക്കും. ഞാൻ ഒരു ദിവസത്തിൽ 10 പേരോട് ബിസിനസ് സംസാരിക്കും. എന്തെന്നെ സംഭവിച്ചാലും, വാട്ട് മേ കം, വാട്ട് മേ ഹാപ്പൻ. മഴ പെയ്താലും, മണ്ണിരിഞ്ഞാലും, ഉരുള് പൊട്ടിയാലും ഞാൻ 10 പേരോട് സംസാരിക്കും. ഞാൻ പുതിയ 10 ആളുകളെ പ്രോസ്പെക്ട് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് പുതുതായി വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർ എന്നിലൂടെ ആവലാണ് എൻ്റെ അച്ചീവ്മെന്റ്. ആളുകൾ ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുന്നു, ആളുകൾ ഈ സിസ്റ്റത്തിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നു. അതിൽ എത്ര പേർക്ക് ഞാൻ മെന്ററാവുന്നുണ്ട്, എത്ര പേരെ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്, എത്ര പേർക്ക് ഞാനാണ് അവയർനെസ് കൊടുത്ത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ആളുകളൊക്കെ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗമാകും. ഞാൻ റെഗുലറായി സാർ, ഞാൻ ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്നവനാണ്, എനിക്ക് ബിസിനസ് ഉണ്ട്, ഞാൻ ഒരു ദിവസം 2 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ 2 മണിക്കൂർ ഒരു ദിവസം പോലും മുടങ്ങാതെ റെഗുലറായി ചെയ്യാൻ പറ്റണം. ഏതുവരെ? നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന, നിങ്ങൾ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് അൾട്ടിമേറ്റ് ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ. ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, ക്ലാരിറ്റി മാറ്റേഴ്സ്. നിങ്ങൾ ജീവിതത്തിൽ എന്താണ് നേടേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. രണ്ടാമത്തെ കാര്യം, കൺസിസ്റ്റൻസി മാറ്റേഴ്സ്. കൺസിസ്റ്റൻസി, റെഗുലറായ, ഞാൻ വീണ്ടും പറയാണ്, റെഗുലറായ ഡെയിലി. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ ഈ ബിസിനസ്സിന് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്കറിയാം തഫ്സീനൊക്കെ എപ്പോഴും വീഡിയോസും മറ്റേതൊക്കെ ഇടുന്നത് കാണാം. നിങ്ങൾ റെഗുലറായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്, റെഗുലറായിട്ട് ചെയ്യണം. ഒരു ദിവസം 3 റീലാണോ? 3 റീൽ ഇടണം ഡെയിലി. നിങ്ങൾ ഒരു റീല് 100 പേരെ കാണുന്നുള്ളൂ, ഒരു ദിവസം 3 റീൽ ഇട്ടാൽ 300 തവണ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 900 തവണ കണ്ടു. ഒരു വർഷം ആലോചിച്ചൊക്കെ. കൺസിസ്റ്റൻസി ലീഡ്സ് ടു സക്സസ്. റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. ഒരു ദിവസത്തിൽ നിങ്ങൾ 2 പേരെ പുതുതായിട്ട് പ്രോസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ 2 പേരോട് നിങ്ങൾ സംസാരിക്കുന്നുള്ളൂ. ആ 2 പേരോട് നമ്മൾക്ക് ജീവനുണ്ടെങ്കിൽ, when you are breathing oxygen, are you sure? നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഒരു ദിവസം ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ എന്നാണ്. ഞാൻ അത് ചെയ്തിരിക്കും.
അതാണ് കൺസിസ്റ്റൻസി. അതാണ് കൺസിസ്റ്റൻസി. ഞാനൊരു ട്രെയിനറാണ്. ഞാനൊരു ദിവസത്തിൽ 20 മിനിറ്റ് വായിക്കും എന്ന തീരുമാനം എടുത്തിട്ട് 20 കൊല്ലത്തിലധികമായി. 20 കൊല്ലത്തിലധികമായി. എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ തീരുമാനം എന്നെടുത്തത്. പക്ഷെ ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടില്ല. നിങ്ങളുടെ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പും ആ പണി ചെയ്താൽ ഞാൻ വന്നേ. എനിക്ക് ലോകത്തിൽ ഏറ്റവും ഞാൻ ഇമോഷണലായി കടന്നുപോയൊരു മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ ലോകത്തിൽ ഏറ്റവും ഇമോഷണലായി കടന്നുപോയൊരു മൊമെന്റ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സാഡായ, ഞാൻ ഏറ്റവും ഇമോഷണലി വീക്കായ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് എൻ്റെ ഫാദർ മരിച്ച ദിവസമാണ്. കാരണം ഞാൻ എൻ്റെ ഉപ്പയായിട്ട് അത്രക്ക് അറ്റാച്ച്ഡ് ആണ്. അപ്പോ ഉപ്പയുടെ മരണം എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി വീക്കാക്കിയ ഒരു സംഭവം. പെയിൻ സഹിക്കാൻ പറ്റിയിട്ട്, ഇമോഷണൽ പെയിൻ സഹിക്കാൻ പറ്റി തല വെട്ടിപ്പൊളിയുന്ന വേദന ഉണ്ടായൊരു ദിവസം അനുഭവിച്ചവർക്കറിയാം. നമുക്ക് ഈ ചില ദിവസം സങ്കടം സഹിക്കാൻ പറ്റിയിട്ട് നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് തല വെട്ടിപ്പൊളി, തല ഇങ്ങനെ പൊളി, തലയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ടവല് ടൈറ്റ് ആയി കെട്ടിയിട്ട് തലയുടെ വേദന സഹിക്കാൻ പറ്റാത്ത ദിവസമാണ്. പക്ഷെ അന്നുപോലും ഞാൻ പോലും അറിയാതെ ഞാൻ അന്ന് വായിച്ചു എന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് വായിച്ചതല്ല. എനിക്ക് അപ്പൊ എൻ്റെ മനസ്സിലേക്ക് വന്ന എൻ്റെ മുന്നിലുള്ള ഒരേ ഒരു ഐഡിയ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ ലീഡ് ചെയ്തത് ഷാജനെ ഗോ ആൻഡ് റീഡ് സംതിങ് എന്നാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രഷർ സഹിക്കാൻ പറ്റില്ല എന്ന്. മൊബൈലിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ 5 സ്ക്രീൻ, ഈ മൊബൈൽ ഫോണിൽ നമ്മളൊരു ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ ഒരു ബ്ലോഗ് വായിച്ചാൽ പോലും അതൊരു റീഡിംഗ് ആണ്, ഒരു അപ്ഡേറ്റ് ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അത് ഞാൻ റെഗുലറായി ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കണമായിട്ട്. ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ച് കാരണങ്ങൾ പറയുന്നവൻ ജീവിതത്തിൽ വിജയിക്കൂല. നിങ്ങൾ അങ്ങനെ കാരണം പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാരണവും നിങ്ങളെ വിജയത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകറ്റും എന്ന് ആലോചിച്ച് നോക്കെ. നിങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യുന്നു, നിങ്ങളുടെ വീടിൽ നിന്ന് ട്രിവാൻഡ്രത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു. നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിർത്തുന്ന ഓരോ സ്റ്റോപ്പും നിങ്ങൾ അവിടെ എത്താനുള്ള സമയത്തെ ദൈർഘിപ്പിക്കൂ. നിങ്ങൾ നിർത്തുന്ന ഓരോ സ്റ്റോപ്പും നിങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തുന്ന ദൈർഘ്യം, നിങ്ങൾ ട്രിവാൻഡ്രത്ത് എത്താൻ എടുക്കുന്ന സമയത്തെ അത് നീട്ടിക്കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലെ, നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഒരു ദിവസം ബ്രേക്ക് ചെയ്താൽ, ആ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ സക്സസിലേക്ക് എത്താൻ ഓരോ ദിവസം ലേറ്റ് ആക്കും. കൺസിസ്റ്റൻസി ഒരിക്കൽ ബ്രേക്ക് ആയ വീണ്ടും കൺസിസ്റ്റൻസിയുടെ സ്വഭാവം വരാൻ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ശീലമാവാൻ അത് സമയമെടുക്കും. ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ റെഗുലറായി 7 AM മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ടോ? റെഗുലറായി RTP പങ്കെടുക്കുന്നുണ്ടോ? റെഗുലറായി നിങ്ങൾ ആളുകളെ കാണുന്നുണ്ടോ? റെഗുലറായി നിങ്ങൾ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ടോ? വാട്ട് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആർ യു ഡൂയിങ് കണക്റ്റഡ് വിത്ത് ദിസ് ബിസിനസ്? ഡു ഇറ്റ് റെഗുലർലി. ഒരു ദിവസം പോലും ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ ഉറപ്പിക്ക്, തീരുമാനിക്കും, ഞാൻ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ടോയ്ലറ്റ് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ കുളിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ മെറ്റാബോളിസം റൺ ചെയ്യുന്ന പോലെ, എൻ്റെ ഡേ ടു ഡേ റുട്ടീൻസ് റൺ ചെയ്യുന്ന പോലെ ഇതെന്റെ റുട്ടീന്റെ ഭാഗമാണ്. ഞാൻ മിനിമം 5 പേരുടെ ബിസിനസ് സംസാരിക്കും, അല്ലാതെ ഞാൻ വീട്ടിൽ കയറില്ല. ടേക്ക് എ ഡിസിഷൻ. ഉറച്ച തീരുമാനം എടുക്കുക. അത് ചെയ്യണമെങ്കിൽ you need commitment, the third C, the most important C. Clarity, consistency, and the third one, commitment. എന്താണ് കമ്മിറ്റ്മെന്റ്? കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തൊരു തീരുമാനത്തിനോട് ഞാൻ ഉറച്ചു നിൽക്കും എന്നുള്ളത് തന്നെയാണ്. ഇറ്റ്സ് എ ബോൾഡ് ഡിസിഷൻ. ഉറച്ച തീരുമാനമാണ് കമ്മിറ്റ്മെന്റ്. ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ജീവിതത്തിൽ വിജയിക്കാൻ തീരുമാനിച്ചു. എന്നെ വിജയിക്കാൻ സഹായിക്കാത്ത, എന്നെ വിജയിക്കാൻ ഹെൽപ്പ് ചെയ്യാത്ത, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി സഹായിക്കാത്ത ഒരു സാധനത്തിന് വേണ്ടി ഞാൻ എന്റെ സമയമോ പണമോ എഫോർട്ടോ ചെലവാക്കില്ല എന്നുള്ള ബോൾഡ് ഡിസിഷൻ.
എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക്, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് എന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നത് വരെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ സഹായിക്കാത്ത ഒരു കാര്യത്തിനു വേണ്ടി ഞാൻ എന്റെ സമയമോ എന്റെ പണമോ എന്റെ എഫേർട്ടോ ചെലവാക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം. ഫോർ ദാറ്റ് യു നീഡ് ഗട്സ്. നോ ഗട്സ് നോ ഗ്ലോറി. അങ്ങനെ ഉറച്ച തീരുമാനം എടുക്കാൻ ഒരു ബോൾഡ് ഡിസിഷൻ, ഞാൻ വീണ്ടും പറയാം, ബോൾഡായ ഡിസിഷൻ, ഉറച്ച തീരുമാനം, കോംപ്രമൈസ് ചെയ്യപ്പെടില്ല എന്നുള്ള തീരുമാനം. എന്റെ ലക്ഷ്യം എന്നതാണ്, അതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, അതിനോട് ഞാൻ കൺസിസ്റ്റന്റ് ആയ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് എത്തുന്നത് വരെ ഞാൻ പോവില്ല, ഞാൻ ചെയ്യൂല എന്നുറച്ച തീരുമാനം എടുക്കാൻ പറ്റും. കാരണം നമ്മളൊന്നും, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം. ദുൽഖർ സൽമാന് സിനിമാ നടനാവാൻ, ഫിലിമിലേക്ക് വരാൻ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ടി വരില്ല എന്ന് വേണമെങ്കിൽ പറയാം. തെറ്റാണ്, എന്നാലും പറയാം. കാരണം ദുൽഖർ സൽമാൻ സർക്കംസ്റ്റാൻസസ് ആൾറെഡി സിനിമയുമായി റിലേറ്റഡ് ആണ്. ഈസ് എ സൺ ഓഫ് എ സൂപ്പർ സ്റ്റാർ. ഒരു വലിയ ഫിലിം കമ്പനിയുടെ ഓണറുടെ മകനാണ്, വലിയ സൂപ്പർ സ്റ്റാറിന്റെ മകനാണ്. വീട്ടിലെ ഡിസ്കഷൻസ് മൊത്തം സിനിമയാണ്, വീട്ടിലെ ചുറ്റുപാടുകൾ മൊത്തം സിനിമയാണ്, വീട്ടിലെ കൂട്ടുകാർ മൊത്തം സിനിമയാണ്. കാരണം ആൾ ഓട്ടോമാറ്റിക്കലി സിനിമയുടെ ഭാഗമാണ്, സ്വാഭാവികമാണ്. യുവർ സർക്കംസ്റ്റാൻസസ് ഷേപ്സ് യുവർ ഡെസ്റ്റിനി എന്ന് പറയും. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ എന്താണ് ആവേണ്ടത് തീരുമാനിക്കും. കരുണാകരന്റെ മകൻ കെ മുരളീധരന് രാഷ്ട്രീയക്കാരനാവാൻ ചിലപ്പോൾ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ എടുത്ത് എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അയാൾ എഫേർട്ട് എടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബേസിക് ആവാൻ, കാരണം അയാൾ കരുണാകരന്റെ മകനാണ്. അയാൾ ജനിച്ച അന്ന് തൊട്ട് കാണുന്ന ചുറ്റുപാടുകളും ആളുകളും ഒക്കെ രാഷ്ട്രീയമാണ്. വീട്ടിൽ ഡെയിലി രാവിലെ എണീക്കുമ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാവുക കതറിട്ട ആളുകളെയാണ്. സർക്കംസ്റ്റാൻസസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, I have a question, a most important question to you. Are you there? You people are there? Are you hearing me? Okay, a most important question. നിങ്ങളുടെ കുടുംബത്ത്, നിങ്ങളുടെ ചുറ്റുപാടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കണം സക്സസ് ഉണ്ടാക്കി എത്ര പേരുണ്ട്? നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ്സുകാരന്റെ മകനാണ്, നിങ്ങൾ കോടീശ്വരന്റെ മകനാണോ? ആണോ? നമ്മളിൽ 90% ആളുകളും സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ ചുറ്റുപാടുകൾ സാധാരണമാണ്. നമ്മുടെ പരമ്പരയിലോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ ഇത്രയും കാലത്തിലോ ഒരാളുണ്ടാക്കാത്ത സക്സസ് നമ്മൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സർക്കംസ്റ്റാൻസസ് ഇല്ല, അതിന്റെ ചുറ്റുപാട് നമുക്കില്ല. അപ്പൊ ആ ചുറ്റുപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ചുറ്റുപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മളെ എൻഗേജ് ചെയ്യണം. സക്സസിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന, സക്സസിലേക്ക് ആവാൻ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക്, ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യണം. അതാ ഞാൻ പറഞ്ഞ കമ്മിറ്റ്മെന്റ്. എനിക്ക് ട്രെയിനർ ആവണം. എന്റെ കുടുംബത്തിൽ ആരും ട്രെയിനർമാരില്ല, എന്റെ പരമ്പരയിലേ ഇല്ല, എന്റെ പഞ്ചായത്തിലേ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് വരെ ആരുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു ട്രെയിനർ ആവാൻ ആവശ്യമായ സ്കില്ലും നോളേജും കാര്യങ്ങളും കിട്ടുന്ന ആക്ടിവിറ്റീസിലേക്ക് ഞാൻ കൂടുതൽ കമ്മിറ്റഡ് ആവണം. കാരണം എന്റെ എളാപ്പ, എന്റെ മൂത്താപ്പ, എന്റെ അമ്മാവൻ, എന്റെ അമ്മായി, എന്റെ ചെറിയച്ഛൻ, എന്റെ വല്യച്ഛൻ, എന്റെ ചെറിയമ്മ, എന്റെ വല്യമ്മ എന്നൊക്കെ പറയുന്ന ജീവിതവും കാഴ്ചപ്പാടും എൻ്റർലി ഡിഫറെന്റ് ആണ്. അവരെനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ് അവരുടെയാണ്. അവർ തെറ്റുകാരല്ല, അവരുടെ ലോകം അതാണ്. They will try to pull me into that. റെഗുലർ ആയിട്ട് അതിലേക്ക് എന്നെ വലിച്ചിടാൻ അവർ ശ്രമിക്കും. അത് അവർ തെറ്റല്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, അവരുടെ ലോകം അതാണ്. എന്നോട് രാവിലെ എണീറ്റാ പറയും കല്യാണത്തിന് പോകണം, കുടിരിക്കലിന് പോകണം, ഹൗസ് വാമിങ്ങിന് പോകണം, മറ്റേ പ്രസവത്തിനുണ്ടാവലിന് പോകണം പറയും. പറയാതിരിക്കുവോ? അപ്പുറത്തെ വീട്ടിൽ അല്ലേന്റെ വീട്ടിൽ ഇന്ന സാധനം ഉണ്ട്, വാ പോവാം, എടാ നമുക്ക് എല്ലാവർക്കും കൂടി ടൂർ പറയും. അവരുടെ ലോകം അതാണ്, അവരുടെ ലോകം അതാണ്. അവരത് പറയും. നമുക്ക് അവരെ തിരുത്താൻ പറ്റുമോ? അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തിരുത്താൻ പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. കാരണം ലോകത്ത് ഒരാൾക്ക് തിരുത്താൻ പറ്റില്ല, നമുക്ക് നമ്മളെ മാത്രമേ തിരുത്താൻ പറ്റൂ. You can't change others, you can change yourself. You can't change others,
You can change yourself. So, നമ്മുടെ ചുറ്റുപാടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കേ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന വീട്, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ അടുത്തുള്ള ആളുകൾ, നിങ്ങളുമായി അടുത്ത് ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും വലിയ സക്സസ് ആഗ്രഹിക്കുന്നവരും വലിയ പോസിറ്റിവിറ്റി ജീവിതത്തിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ആയിക്കൊള്ളുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അല്ല. നമുക്ക് ഈ നേരത്തെ ഞാൻ ദുൽഖറിന്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ, ഒരു സക്സസ്ഫുൾ ആയ സർക്കംസ്റ്റാൻസസ് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവരെ ബ്ലെയിം ചെയ്തിട്ടാരുണ്ടോ? സ്റ്റോപ്പ് ബ്ലെയിമിങ്, സ്റ്റാർട്ട് ലിവിങ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതിനാവശ്യമായ സർക്കംസ്റ്റാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ സർക്കംസ്റ്റാൻസസ് ക്രിയേറ്റ് ചെയ്യുക? കമ്മിറ്റ് യുവർ സെൽഫ്. കമ്മിറ്റ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്മിറ്റഡ് ആവുക. നിങ്ങൾ നിങ്ങളോട് തന്നെ 100% കമ്മിറ്റഡ് ആവുക. എന്താണ് ആ കമ്മിറ്റ്മെന്റ്? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ, നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ, നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വേണ്ടി മാത്രമേ നിങ്ങളുടെ സമയവും പണവും എഫേർട്ടും ചെലവാക്കൂ എന്ന് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക. ആർ യു റെഡി ടു ടേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസിഷൻ, മൈ ഡിയർ ഫ്രണ്ട്സ്? ഡു യു ഹാവ് എ ഗട്സ്? നിങ്ങൾക്ക് എത്ര പേർക്ക് അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഗട്സ് ഉണ്ട്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഐ വാണ്ട് ടു സീ യുവർ റിയാക്ഷൻസ്. I'm going to close the session. Time is high, I think. നിങ്ങൾ എത്ര പേർക്ക് ഷാജാൻ സാറേ, ഞാനിതാ ഈ നിമിഷം, ഇന്നത്തെ ഡേറ്റ്, ഇന്നത്തെ സമയം വെച്ച് നിങ്ങൾ പറയണം. വെനസ്ഡേ 29 ഒക്ടോബർ 29 2025. ഐ എം റെഡി ടു ടേക്ക് എ ബോൾഡ് ഡിസിഷൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കാത്ത ഒരു സാധനത്തിനു വേണ്ടി ഞാൻ എൻ്റെ സമയമോ പണമോ എഫർട്ടോ ചെലവാക്കില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം. ലിജിത്ത് പാത്ത് ഫൈൻഡർ ടു എവരിവൺ ഡൺ. ലിജിത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും റിയാക്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. റസ്ല മാം, ഷുവർ സർ. ഞാൻ എല്ലാവരും കാണുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഷഫീഖ്, സജി, ടേക്ക് എ ബോൾഡ് ഡിസിഷൻ ഫോർ യു, മൈ ഡിയർ ഫ്രണ്ട്സ്. Not for the others, for you. ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്, ലിസൺ മീ, ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്, ജീവിതത്തിൽ യഥാർത്ഥ സക്സസ്, ഇതെല്ലാം ഒരു സാധനത്തിനപ്പുറത്താണ്. എ സിമ്പിൾ തിങ്. ജീവിതത്തിലെ എല്ലാ ചേഞ്ചസും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സക്സസും നിൽക്കുന്ന ഒരൊറ്റ സാധനത്തിനപ്പുറത്താണ്. അവർ ഒറ്റ സാധനം നിങ്ങൾ കവർ ചെയ്താൽ നിങ്ങൾ അവിടെ എത്തി. എന്താണെന്നറിയത്? ദാറ്റ്സ് യുവർ ബോൾഡ് ഡിസിഷൻ. ഉറച്ച തീരുമാനം. ഡോണ്ട് ഫോർഗെറ്റ് ദ വേർഡ് ബോൾഡ് ഡിസിഷൻ. ബോൾഡ്, ചങ്കൂറ്റമുള്ള, ഗഡ്സുള്ള, മാറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള, നിങ്ങൾക്ക് ചോരയാണ് നിങ്ങളുടെ ശരീരത്തിലോടുന്ന ഉറപ്പുള്ളിടത്തോളം കാലം, ഓക്സിജനാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം, നിങ്ങൾ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ മെറ്റാബോളിസം മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഈ തീരുമാനം മാറ്റില്ല അണ്ണാ എന്ന് ഉറച്ച തീരുമാനം. എന്താണ് ആ ഉറച്ച തീരുമാനം? എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ആയേ പറ്റും. എനിക്ക് വേണ്ടി, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി, എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി, ഈ സൊസൈറ്റിക്ക് വേണ്ടി. ഞാൻ ഇന്നലെ വരെ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആവാം. ഞാൻ ജീവിതത്തിൽ കാശില്ലാത്തതിൻ്റെ പുറത്ത് ചിലപ്പോൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും, കാശില്ലാത്തതിൻ്റെ പുറത്ത് അവഹേളിക്കപ്പെട്ടിട്ടുണ്ടാവും, കാശില്ലാത്തതിൻ്റെ പുറത്ത് അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടക്കേണ്ട ഡേറ്റ് അടക്കാത്തത് കൊണ്ട് ഞാൻ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും. ആ ഡ്യൂ എന്ന് പറയുമ്പോൾ, കറണ്ട് ബില്ല് ഡ്യൂ എന്ന് പറയുമ്പോൾ, ഫോൺ ബില്ല് ഡ്യൂ എന്ന് പറയുമ്പോൾ, സ്കൂൾ ഫീസ് ഡ്യൂ എന്ന് പറയുമ്പോൾ, റെന്റ് ഡ്യൂ എന്ന് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിന് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനം. എൻ്റെ മക്കൾക്ക്, എൻ്റെ ഫാമിലിക്ക്, എന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന പെണ്ണിന്, എൻ്റെ ചുറ്റുപാടിന്, എൻ്റെ ഭർത്താവിന്, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ബെറ്റർ, ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമെന്നുള്ള എൻ്റെ തീരുമാനം. ഞാൻ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ട്, ഞാൻ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ട് ഞാൻ നല്ലത് അനുഭവിക്കാതെ, ഇന്നലെ ഞാൻ നല്ലത് അനുഭവിക്കാതെ, ഒരു സുഹൃത്തുക്കൂടെ കമന്റ് ചെയ്തു, ഇന്നലെ കൂടി ഞാൻ സാഡായി സാർ. ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്യും.
നിങ്ങളുടെ കയ്യിൽ കാശില്ല എങ്കിൽ, നിങ്ങൾ സക്സസ് ആയിട്ടില്ലെങ്കിൽ, പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഇൻസൾട്ട്സ് യു. ആൾക്കാരെ കുറ്റം പറഞ്ഞാൽ ആൾക്കാർക്ക് നല്ലതാണ് ഇഷ്ടം, ഭംഗിയുള്ളതാണ് ഇഷ്ടം, സക്സസ് ആണ് ഇഷ്ടം. മനുഷ്യന്മാർ അങ്ങനെയാണ് ഭായി, മനുഷ്യന്മാർ അങ്ങനെയാണ്. നിങ്ങളിപ്പോ വിചാരിക്കുന്ന നിങ്ങളെ കുറെ സ്നേഹിക്കുന്നവരും നിങ്ങൾ ചങ്കാന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ. മനുഷ്യനെ കൊണ്ടുള്ള ഗുണം നിൽക്കുന്നത് വരെ അവന് സ്നേഹമുള്ളൂ. എന്ന് നിങ്ങൾക്ക് അയാളെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് നിൽക്കുന്നു, അന്ന് അയാൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും കുറയും. അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ്, നമ്മൾ ഏറ്റവും നല്ലതാവുക എന്നുള്ളതാണ്. ബീയിങ് എ മാഗ്നറ്റ്. നിങ്ങൾ ഒരാളെ ചേസ് ചെയ്ത് പോണ്ടാന്നേ ജീവിതത്തിൽ. നിങ്ങൾ എന്തിനാ ആളുകളെ ചേസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഗേൾ ഫ്രണ്ട്സിനെ ചേസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഫ്രണ്ട്സിനെ ചേസ് ചെയ്യുന്നത്? സ്റ്റോപ്പ് ചേസിങ്, സ്റ്റാർട്ട് അട്രാക്ടിങ്. Stop chasing, my dear friends. Stop chasing. Start attracting. ആരെ എന്തിലേക്ക് അട്രാക്ട് ചെയ്യും? Be a magnet, a powerful magnet. പോസിറ്റിവിറ്റി ഷെയർ ചെയ്യുന്ന, സക്സസ് ഷെയർ ചെയ്യുന്ന ഒരു മാഗ്നറ്റ് ആവും. ആളുകൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ ഫോണിൽ നിന്ന് ഒരു ദിവസം പോകുന്ന ഔട്ട് ഗോയിങ്ങിനേക്കാൾ കൂടുതൽ ഇൻകമിങ് വരുന്ന ഒരു ദിവസം വരും. ഇപ്പൊ അങ്ങനെ വരുന്നുണ്ടാവും. കുറെ പേർക്ക് കാശ് കടം കൊടുക്കാറുണ്ട്. ആ ഇൻകമിങ് അല്ല പറയുന്നത്. Be a magnet. Be a magnet. ആൾക്കാർ വന്ന് ചോദിക്കട്ടെ, ഞാൻ സക്സസ് ആവാൻ എന്താ ചെയ്യേണ്ടത് സാർ എന്ന് നിങ്ങളൊന്ന് ചോദിക്കട്ടെ. ബി എ റോൾ മോഡൽ. നിങ്ങൾക്കാവാലോ, എന്താ നിങ്ങൾക്കായിക്കൂടെ? ആർക്കും ആവാലോ. സക്സസ് ഈസ് നോബഡീസ് മൊണോപ്പൊളി. സക്സസ് ഈസ് നോബഡീസ് മൊണോപ്പൊളി, റാദർ ബർത്ത് റൈറ്റ് ഓഫ് എവരിബഡി. ജീവിത വിജയം എന്ന് പറയുന്നത് ഒരുത്തന്റെയും കുത്തകയല്ല. ബർത്ത് റൈറ്റ് ഓഫ് എവരിബഡി, നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്, ജന്മാവകാശം. സക്സസ് അങ്ങനെ ഏതെങ്കിലും ഒരു കുത്തകയൊന്നുമല്ല. ജീവിത വിജയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കുത്തകയൊന്നുമല്ല. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവും. അങ്ങനെ തന്നെ മരിക്കൂ. ടേക്ക് എ ഡിസിഷൻ ദാറ്റ്. ഞാൻ അങ്ങനെ മരിക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുക്ക്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിജയിക്കാതെ ഞാൻ മുന്നോട്ട് പോകാന്ന് ഉറച്ച തീരുമാനം എടുക്ക്. നമ്മുടെ ജീവിത അവകാശമാണത്. ഏറ്റവും ബെസ്റ്റ് ചെയ്യാം. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച ഇൻസൾട്ടോ, ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച വേദനയോ, ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച അകറ്റി നിർത്തലിന്റെ ഒക്കെ കാരണം ഞാൻ സക്സസ് ആവാത്താണ്. ഞാൻ സക്സസ് ആയ ഈ ആളുകളൊക്കെ എന്റെ പിന്നാലെ വരും. എനിക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടും. ഇനി ആർക്ക് ബെസ്റ്റ് കിട്ടില്ലെങ്കിൽ എനിക്ക് ബെസ്റ്റ് കിട്ടും. എനിക്ക് നല്ല വസ്ത്രം ധരിക്കാം, എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാം, എനിക്ക് നല്ല ഫുട്വെയർ ധരിക്കാം, എനിക്ക് നല്ല ഹോട്ടലിൽ താമസിക്കാം, എനിക്ക് നല്ല ട്രിപ്പ് പോവാം, എന്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും നല്ലത് ഉപയോഗിക്കാലോ. വേണ്ടേ? അങ്ങനെ നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം. എന്താണെന്ന് അറിയാം തീരുമാനം? ശ്വാസമുള്ളിടത്തോളം കാലം, ശ്വാസം എടുക്കുന്നിടത്തോളം കാലം, വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി, കണ്ടിന്യൂസ് ആയ കൺസിസ്റ്റന്റ് ആയ എഫേർട്ടോടുകൂടി, മോസ്റ്റ് കമ്മിറ്റഡ് പേഴ്സണായി ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് സക്സസ് കിട്ടിയേ പറ്റും. വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി, കൺസിസ്റ്റന്റ് ആയ കണ്ടിന്യൂസ് ആയ എഫേർട്ടോടുകൂടി, അത് ചെയ്യുമെന്നുള്ള കമ്മിറ്റ്മെന്റോടുകൂടി ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് സക്സസ് ആയേ പറ്റും. നത്തിങ് മോർ ദാൻ ദാറ്റ്, നത്തിങ് ലെസ് ദാൻ ദാറ്റ്. നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. എനിക്ക് വിജയിക്കണം, എനിക്ക് വിജയിച്ചേ പറ്റും. അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുക മൈ ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ എടുക്കുക തീരുമാനം. ചുമ്മാ കരച്ചിലും പരാതി പറച്ചിലും സങ്കടം പറച്ചിലും stop all these fucking things, my dear friends. Stop blaming, start living. കുറ്റം പറച്ചിൽ നിർത്ത്, പരാതി പറച്ചിൽ നിർത്ത്, കംപ്ലൈന്റ് പറച്ചിൽ നിർത്ത്. എന്നിട്ട് തീരുമാനിക്കുക, എനിക്ക് കിട്ടും ബെസ്റ്റ്, ഞാൻ ബെസ്റ്റ് ചെയ്യൂ. ആ മൈൻഡ് സെറ്റ് വരട്ടെ. പരാതി പറച്ചിലും കുറ്റം പറച്ചിലും ആർഗ്യുമെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യും. Stop it. It's your life. This is your life. This is your decision. നിങ്ങളുടെ തീരുമാനങ്ങൾ, the moments of your decisions, your destiny shapes. ടോണി റോബിൻസ് പറഞ്ഞതാണ്, the moments of your decisions, your destiny shape. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന സെക്കൻഡുകളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെടും. കാരണം your decisions are your life.
നിങ്ങൾ എടുക്കുന്ന ആകെ തീരുമാനങ്ങളുടെ ആകെ തുക, ആകെ റിസൾട്ടാണ് നിങ്ങളുടെ ജീവിതം. ടേക്ക് എ ബോൾഡ് ഡിസിഷൻ ടു ടേക്ക് യുവർ ലൈഫ്. ബി ബോൾഡ്, ബി സ്ട്രോങ്, stand up strong and take the responsibility of your life on your shoulders, because you are the creator of your own destiny. സ്ട്രോങ് ആയിട്ട് എണീറ്റ് നിൽക്ക്, നെഞ്ച് വിരിച്ച് നിൽക്ക്. ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി ഓൺ യുവർ ഷോൾഡേഴ്സ്. ഉപ്പാനെ കുറ്റം പറയല്ലേ, ഉമ്മാനെ കുറ്റം പറയല്ലേ, ചുറ്റുപാടിനെ കുറ്റം പറയല്ലേ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങളുടെ ഷോൾഡേഴ്സിൽ എടുക്ക്. കാരണം യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി. Best industry, best system, best team, best leaders, everything is best. You have to be the best. That's your commitment. ഏറ്റവും നല്ല ഇൻഡസ്ട്രിയിൽ, ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല ആളുകളെ കൂടെ വന്നതുകൊണ്ട് മാത്രം കാര്യമല്ല. You have to be the best. You have to be the right person. You have to be the best. You have to be the right person to do the business. You are in the right business, in the right time, in the right industry, with the right people, but you have to be the right person. You have to be the right person. Be a committed person. Be a consistent person. Be a person with the clarity. Wish you all the best. Thank you so much. Thank you, ഷാജാൻ സാർ. എത്ര എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ബിയോണ്ട് ദ വേർഡ്സ് അല്ലെ. ഇതില് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു 1.5 മണിക്കൂർ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇനി കിയാമത്ത് നാൾ വന്നാൽ പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കിയാമത്ത് നാൾ വന്നാൽ പോലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. 100% ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു സൂം മീറ്റ് അറ്റൻഡ് ചെയ്യാത്ത, അതായത് ഞാൻ പ്രതീക്ഷിച്ചത് എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരുപാട് 2 ഡേ ട്രെയിനിങ്സ് ഷാജാൻ സാറിന് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 1 ഡേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലായിട്ട് പറയണം, ഈ 1.5 മണിക്കൂറിന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു 1.5 മണിക്കൂറാണ്. സോ ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു കാരണക്കാരനാവാൻ വേണ്ടിയിട്ട് ഇന്ന് ദൈവം നിയോഗിക്കപ്പെട്ട പോലെ ഇന്ന് എംപവറിലേക്ക് എത്തിപ്പെട്ട ഡോക്ടർ ഷാജഹാൻ അബൂബക്കർ സാറിന് എംപവറിന്റെ പേരിലും എന്റെ പേരിലും എന്താ പറയാ, ഹൃദയത്തിന്റെ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് താങ്ക് യു സോ മച്ച് സാർ. ഇനി കൂടുതൽ ഞാൻ ധരിപ്പിക്കുന്നില്ല. സോ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്ന് കേട്ട കാര്യങ്ങൾ അതൊരു ടെമ്പററി മോട്ടിവേഷന് പുറമെ അതൊരു എന്താ പറയുക പെർമനന്റ് ഇൻസ്പിറേഷൻ ആക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. ഒരു കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യുക, ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യണം. കാരണം നാളെ മുതൽ 7 AM മീറ്റിൽ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് കുളിച്ച് ഫ്രഷ് ആയിക്കൊണ്ട് വെൽ ഡ്രസ്ഡ് ആയിക്കൊണ്ട് നല്ല രീതിയിൽ ഡ്രസ് ചെയ്തുകൊണ്ട് അതൊരു ഓഫീസിലേക്ക് ഇറങ്ങുന്നത് പോലെ, ഒരു ജോലിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഒരു 21 ദിവസം ഒരു ഹാബിറ്റ് ആക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു തീരുമാനം നാളെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകാനുള്ള ആ ഒരു ദിവസം ദൈവം എന്ത് ചെയ്യും, നാളെ മുതൽ തീരുമാനിക്കപ്പെടും, അല്ലെങ്കിൽ അത് നിയോഗിക്കപ്പെടും എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ, ഇന്നത്തെ ഒരു വണ്ടർഫുൾ സെഷൻ 7 AM ഒരു പൊൻതൂവലായിട്ടുള്ള ഇന്നത്തെ ഒരു സെഷൻ ഞാൻ നിർത്തുകയാണ്. ഷാജാൻ സാറിനോട് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവരും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള ഫീഡ്ബാക്സ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്സ് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. Bye.